السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم اجعل حبك أحب إلينا من أنفسنا. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിശുദ്ധ ഖുർആനിലെ 108-ാമത്തെ സൂറത്തുൽ കൗസറാണ് നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല വബില്ലാഹി തൗഫീഖ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഏറ്റവും പരിചയമുള്ള സൂറത്താണ് സൂറത്തുൽ കൗസർ എന്ന് പറഞ്ഞാൽ അല്ലേ. നമ്മൾ നമസ്കാരങ്ങളിലും അതുപോലെ തന്നെ മക്കൾക്കും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സൂറയാണ് ഈ സൂറത്തുൽ കൗസർ. എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും ചെറിയ സൂറ, ആകെ 3 ആയത്തുകളുള്ള സൂറത്താണ് സൂറത്തുൽ കൗസർ. അതുപോലെ തന്നെ ഇതിന് വെറും 10 വാക്കുകളാണ് ഈ സൂറയിലുള്ളത്. അതുപോലെ 40 ഹുറൂഫുകൾ, 40 അക്ഷരങ്ങളാണ് സൂറത്തുൽ കൗസറിനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിലാണ് ഈ ഒരു സൂറത്ത് അവതരിപ്പിച്ചതാണ് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. എന്നാലും മദീനയിലാണ് എന്നുള്ളതിനും തെളിവുകൾ ഹദീസുകളിൽ നമുക്ക് കാണാം. അപ്പോൾ ഓർഡർ പ്രകാരം, അതായത് വഹയിൻ്റെ ഓർഡർ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 15-ാമത്തെ സൂറത്താണ് ഈ സൂറത്തുൽ കൗസർ. ഓക്കെ, ഇനി നമുക്ക് ഈ സൂറത്തിൻ്റെ മറ്റു നാമങ്ങൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. നമുക്ക് അറിയുന്ന നാമങ്ങൾ തന്നെയാണ്. ഒന്നെന്ന് പറഞ്ഞാൽ സൂറത്തുൽ കൗസർ, രണ്ടാമത്തേതായിട്ട് സൂറത്തു ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്നാണ്. മൂന്നാമതായിട്ട് സൂറത്തു നഹർ. ഓക്കെ, സൂറത്തു നഹർ എന്ന് വരാൻ കാരണം ഫസല്ലി ലി റബ്ബിക വൻഹർ എന്നുള്ള ആയത്തിൽ നിന്നും അന്നഹർ എന്നെടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ കൗസർ എന്ന് പറഞ്ഞാലും ഒക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് വരുന്ന ഭാഗങ്ങളിലൂടെ എന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. അപ്പോൾ അന്നഹർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്ത്, നീ ബലി അർപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് നഹർ എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആയത്തെത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് അസ്ബാബുൻ നുസൂൽ, അല്ലെങ്കിൽ ഈ സൂറത്ത് ഇറങ്ങാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു മക്കയിൽ അവതരിപ്പിച്ചതാണ് എന്നും എന്നാൽ മദീനയിലാണ് എന്നും അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മക്കയിൽ അവതരിപ്പിച്ചതാണ് എന്നതിനുള്ള തെളിവ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു 15-ാമത്തെ സൂറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള 15-ാമത്തെ സൂറത്താണ് എന്ന് പറഞ്ഞു അല്ലേ. ഈ സൂറയിലെ അവസാനത്തെ ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ ഒരു ആയത്ത് യഥാർത്ഥത്തിൽ ഈ ഒരു സൂറ മക്കയിൽ അവതരിപ്പിച്ചതാണ് എന്നതിനുള്ള തെളിവാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം പ്രയാസം അനുഭവിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പ്രിയ പുത്രൻ ഖാസിം, അദ്ദേഹം അള്ളാഹുലേക്ക് യാത്ര തിരിച്ചു. അതായത് അള്ളാഹുലേക്ക് അള്ളാഹു എടുത്തു. അപ്പോൾ ആ സമയത്ത്, മരണപ്പെട്ട സമയത്ത് അങ്ങേയറ്റം വിഷമത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. യഥാർത്ഥത്തിൽ ശത്രുക്കൾ വരെ ഇങ്ങനെ ഒരു മരണം, അതായത് ശത്രുവിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെടുമ്പോൾ ഈവൻ ശത്രുക്കൾ വരെ അതിലൊരു ദുഃഖം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ഒരു വിഷമം വന്നപ്പം അങ്ങേയറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷമത്തിൽ കൂടുതൽ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബത്തറ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മക്ക മുശ്രിക്കുകൾ. ആ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസമായിട്ടും അവർക്കൊരു റെസ്പോൺസായിട്ടും, അതായത് അവരെ അടിച്ച് വീഴ്ത്തിക്കൊണ്ട്, അവർ മുഖത്തടിച്ചുകൊണ്ട് പറയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ. അതുകൊണ്ട് തന്നെ ഈ ഒരു സൂറ മക്കയിൽ അവതരിപ്പിച്ചതാണ് എന്നുള്ളൊരു തെളിവാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് കാണിച്ചു തരുന്നത്. അല്ലാഹു അഅലം. എന്നാൽ മദീനയിലാണ് എന്നതിനും നമുക്ക് സുബ്ഹാനല്ലാഹ് ഹദീസുകളിൽ നമുക്ക് തെളിവുകളുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലായിരുന്ന സമയത്ത് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളായിട്ട് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് അദ്ദേഹം ഒന്ന് ഉറങ്ങിപ്പോയി. അതായത് നമ്മൾ പെട്ടെന്നൊരു പെട്ടെന്നൊരു ഉറക്കം വരുമല്ലോ, അതായത് ജസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് തെളിയുന്ന രീതിയിലുള്ളൊരു ഉറക്കം. അങ്ങനത്തെ ഒരു ഡോസ്റ്റ് ഓഫ്, അല്ലെങ്കിൽ ഒരു നാപ്പ്, ഒരു ചെറിയ ഷോർട്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു ഉറക്കം ഉറങ്ങി അദ്ദേഹം പെട്ടെന്ന് തലയുയർത്തി എഴുന്നേറ്റിട്ട് അദ്ദേഹം
സ്മൈൽ ചെയ്യുന്നുണ്ടായിരുന്നു, പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സഹാബാക്കൾ കണ്ടിട്ട് ചോദിച്ചു, മാ അദ്ഹക യാ റസൂലല്ലാഹ്, എന്താണ് നിങ്ങളെ സ്മൈൽ ചെയ്യിപ്പിച്ചത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ പുഞ്ചിരിപ്പിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറച്ച് മുന്നേ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്ത് ഇറക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സഹാബാക്കൾക്കൊക്കെ അത് ഭയങ്കര സന്തോഷം നൽകിയൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അതദറൂനൽ കൗസർ, നിങ്ങൾക്കറിയോ എന്താണ് ആ കൗസർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ അവർ പറഞ്ഞത്, നമ്മളെ പോലെ ഇതായിരിക്കും അതായിരിക്കും എന്നൊന്നുമല്ല സഹാബാക്കൾ പറയുന്നത്. അവരെന്താ പറയുക, അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹും അവൻ്റെ റസൂലുഹു ആലം, അവൻ്റെ റസൂലും ആണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കൗസർ എന്നാൽ അത് സ്വർഗത്തിലുള്ള ഒരു നദിയാണ്, അതായത് ഇറ്റ് ഈസ് എ റിവർ ഇൻ പാരഡൈസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വാഗ്ദാനം ചെയ്ത് തന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതിലൊരുപാട് അബണ്ടൻ്റ് ആയിട്ട്, അതായത് എന്താ പറയുക, നിറഞ്ഞു നിൽക്കുന്ന നന്മയുണ്ട് അതിൽ എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നാൽ മറ്റൊരു ഇത് പറയുന്നുണ്ട്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഒരു ഹൗദ് കൊടുക്കുന്നുണ്ട്. ഹൗദ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം അല്ലേ, നമ്മൾ ഒരു വലിയൊരു പോണ്ട്, ഒരു പൂൾ എന്നൊക്കെ പറയും, അങ്ങനെ വലിയൊരു പോണ്ട് നൽകിയിട്ടുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം എത്തിച്ചേരും, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലുള്ള ആളുകളും അവിടെ എത്തിച്ചേരും. അങ്ങനെ അതിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ തിരുകൈകളാൽ അദ്ദേഹത്തിൻ്റെ ഉമ്മത്തിന് എന്ത് കൊടുക്കും, ഇതിൽ നിന്നും വെള്ളം എടുത്തു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയുന്നുണ്ട്, അതിലുള്ള വെസൽസ്, അതായത് അതിൽ നിന്നുള്ള വെള്ളം കോരിയെടുക്കാനുള്ള ആ ഒരു കണ്ടെയ്നേഴ്സിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് സ്റ്റാർസ് ഇൻ ദി സ്കൈ, ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ അത്രയും വെസൽസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഡ്രിങ്കിങ് വെസൽസ് ഉണ്ടാകും ഈ ഒരു ഹൗദുൽ കൗസർ. സുബ്ഹാനല്ലാഹ്. അതൊക്കെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിട്ടോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതായത് ഖിയാമത്ത് നാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് പറയുക, അവസാനം സിറാത്ത് പാലത്തിന് മുമ്പാണ് എന്നും പറയുന്നുണ്ട്, സിറാത്ത് പാലത്തിന് ശേഷമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു ഹൗദുൽ കൗസറിൻ്റെ സ്ഥാനം. അല്ലാഹു ആലം. നമ്മൾക്ക് അത് ഗൈബായിട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ വെറുതെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ സമയം കളയേണ്ടതില്ല. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹദീസിൽ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, അന്നേ ദിവസം എൻ്റെ ഉമ്മത്തിൽപ്പെട്ടുള്ള ആളുകൾ അവിടെ ഹാജരാക്കപ്പെടുകയും ഞാൻ അവർക്ക് എൻ്റെ കൈകളാൽ തന്നെ അതിൽ നിന്നും വെള്ളം നൽകുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അങ്ങനെ എൻ്റെ ഉമ്മത്തിലുള്ള കുറച്ച് ആളുകൾ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവർക്കും എനിക്കും ഇടയിലൊരു മറയിടും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അതിശയത്തോട് ചോദിക്കും, അവരെൻ്റെ ഉമ്മത്തിൽപ്പെട്ടതാണോ, അത് എൻ്റെ ഉമ്മത്തല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് പറയും, നിനക്കറിയില്ല എന്താണ് അവർ നിനക്ക് ശേഷം ഇവിടെ ദീനിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്, അതായത് നിനക്കറിയില്ല എന്തൊക്കെ കാര്യങ്ങളാണ് നീ പോയതിനു ശേഷം അവർ ഈ ഒരു ദീനിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് എന്ന്. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹ്ഖൻ സുഹ്ഖൻ, എൻ്റെ ദീൻ ചേഞ്ച് ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ എൻ്റെ മരണശേഷം ഈ ദീനിലേക്ക് എന്തെങ്കിലും പുതുതായിട്ട് കൊണ്ടുവന്നവർ, സുഹ്ഖൻ, അവർ ദൂരെ പോകും, അവർക്ക് നാശം എന്നുള്ള അർത്ഥത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഈ ഒരു ഹദീസിന് തുടക്കത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള നദിയാണ് സ്വർഗത്തിലെ, അതുപോലെ തന്നെ ഹൗദുൽ കൗസർ ആണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ നദിയിൽ നിന്നും ഈ ഒരു ഹൗദിലേക്ക് വെള്ളം ഒഴുകി എത്തപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. വല്ലാഹു അഅലം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളാൽ നമുക്ക് ഈ ഒരു ഹൗദിൽ നിന്നും, അല്ലെങ്കിൽ ഈ ഒരു ഹൗദുൽ കൗസറിൽ നിന്നും നമുക്ക് ലഭിക്കണം എങ്കിൽ നമ്മൾ എന്താണ്, തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കുക തന്നെ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഹൗദിൽ നിന്ന് നമുക്ക് വെള്ളം ലഭിക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. എന്ന് ആലോചിച്ച് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന്നേ ദിവസം എനിക്ക് ആ ആളുകളെയും അവർക്ക് എന്നെയും തിരിച്ചറിയാൻ സാധിക്കും. അതായത് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളെയും എനിക്കും, അതുപോലെ തന്നെ എന്നെ എൻ്റെ ഉമ്മത്തിലുള്ള ആളുകൾക്കും തിരിച്ചറിയാൻ സാധിക്കും. എങ്ങനെയാണ്? നമ്മളുടെ വുദൂവിൻ്റെ അടയാളങ്ങൾ കൊണ്ട്. അതായത് നമ്മളുടെ വുദു എത്ര നമ്മുടെ ശരീരഭാഗത്ത് എത്തിയിട്ടുണ്ടോ അത്രയും ഭാഗം അന്നേ ദിവസം ഭയങ്കരമായിട്ട് പ്രകാശിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്നേ ദിവസം
അദ്ദേഹത്തിൻ്റെ ഉമ്മത്തിലുള്ള ആളുകളെ, അതായത് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കുക, അങ്ങനെയും തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകളാണെന്ത് ഈ ഒരു തടാകത്തിൻ്റെ ചുറ്റും എത്തിയിട്ടുള്ളത്. പക്ഷേ അവരെന്താണ് ദീനിൽ പലതും കൂട്ടിച്ചേർത്തത് കാരണം അവർക്ക് ആ ഒരു ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ളൊരു അവസരം ഇല്ലാണ്ടാവുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും ഈ ഒരു ഹൗദിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളാൽ വെള്ളം കുടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ഇവിടെ അഖീദ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് ഈ ഒരു ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ. കാരണം നമ്മൾ മറ്റെന്നുണ്ടായിട്ടും നമുക്ക് കാര്യമില്ല. നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കാതെ അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യാണ്ട് നമുക്കൊരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വെള്ളം കുടിക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഇത് നമ്മളുടെ ഈമാനെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കൂടെയാണ്. കാരണം ഈ ഒരു പാരഡൈസിൽ ഉള്ളൊരു റിവറാണ് എന്നും ഹൗദുൽ കൗസർ ആണ് എന്നും ഇതൊക്കെ നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നേരിട്ട് അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു വിവരവും ഇല്ല അല്ലെ. നമുക്ക് എത്ര ശാസ്ത്രജ്ഞന്മാരുണ്ടെങ്കിലും അത് അവർക്ക് കണ്ടുപിടിക്കാനും സാധിക്കില്ല. അപ്പം ഗൈബായിട്ടുള്ള അദൃശ്യമായിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ നമ്മൾ 100% യഖീനോട് കൂടി തന്നെ വിശ്വസിക്കണം. ഇതങ്ങനെയല്ല, അതൊക്കെ സങ്കല്പങ്ങളാണ് എന്നൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ അഖീദയിൽ നിന്ന് നമ്മൾ മാറിപ്പോകണം. അപ്പം നമ്മളുടെ ഈമാൻ സ്ട്രോങ് ആക്കാൻ ഉള്ളൊരു ഹദീസ് കൂടെയാണ് ഇത്. നമ്മൾ എങ്ങനെയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് അത് അതുപോലെ വിശ്വസിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അൽഹംദുലില്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും ഈ ഒരു ദിവസം, അതായത് ഖിയാമത്ത് നാളിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള ഈ ഒരു ഹൗദുൽ കൗസറിൽ നിന്നും വെള്ളം കുടിക്കാൻ സൗഭാഗ്യമുള്ള ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇനി നമുക്ക് സൂറത്തുൽ കൗസറിൻ്റെ പ്രാധാന്യം എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു സൂറത്തുൽ കൗസറും അതുപോലെ തന്നെ അതിന് മുമ്പുള്ള സൂറത്തും ആയിട്ടുള്ളൊരു കണക്ഷൻ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അതായത് സൂറത്തുൽ കൗസറിന് മുമ്പുള്ള സൂറത്തുൽ മാഊൻ ആണ്. സൂറത്തുൽ മാഊൻ എന്ന് പറയുമ്പം അവിടെ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചീത്ത ആളുകൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ പറയുന്നുണ്ട്, കളവാക്കുന്നവരെ നീ കണ്ടില്ലയോ എന്നിട്ട് പറയുന്നുണ്ട്, ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അതായത് യതീമിനെ അവരെന്താക്കും, അവർ തടയും അല്ലെ, യതീമിനൊന്നും നൽകുകയില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ടോ വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, അതായത് മിസ്കീനായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അശ്രദ്ധയിലായിക്കൊണ്ടിരിക്കും. അല്ലദീന ഹും യുറാഊൻ, അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. വയംനഊനൽ മാഊൻ, അതുപോലെ ചെറിയ സഹായങ്ങൾ വരെ തടയുന്നവരാണ് ഇവരെന്ന് പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് മുകളിലുള്ളൊരു ചെറിയൊരു മീനിങ് ആണ് ഇത്. ഒരിക്കലും അതിന് നമുക്ക് നീതി പുലർത്താൻ പറ്റാത്ത രീതിയിൽ ജസ്റ്റ് ഒരു അർത്ഥം എന്നുള്ള രീതിയിലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത സൂറത്തുൽ മാഊൻ പഠിക്കുമ്പോൾ വിശദമായിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും. വബില്ലാഹി തൗഫീഖ്, അല്ലാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ സൂറത്തുൽ മാഊനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ചീത്ത ആളുകളുടെ അവരുടെ ഒരു പിശുക്കൻ സ്വഭാവമാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ എടുത്തു കാണിക്കുന്നത്. എന്നാലോ സൂറത്തുൽ കൗസറിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിൻ്റെ ഉദാരത അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു കാണിക്കുകയാണ് അല്ലേ. അല്ലാഹു എന്താ നൽകിയിട്ടുള്ളത്? അൽ കൗസറാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ മാഊനിൽ അവർ ഒന്നും തന്നെ എല്ലാം നൽകുന്നത് തടയുന്നത് കാരണം അവർക്കും തന്നെ ഒന്നും തിരിച്ചു ലഭിക്കുന്നില്ല. എന്നാൽ സൂറത്തുൽ കൗസറിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെയാണോ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളത് അതൊക്കെ പിൻപറ്റിയത് കാരണം അല്ലാഹു സുബ്ഹാനഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താ നൽകിയത്? അല്ലാഹു അൽ കൗസർ നൽകി. സുബ്ഹാനല്ലാഹ്. പിന്നെ പറയുന്നത് സൂറത്തുൽ മാഊനിൽ നമ്മൾ പറഞ്ഞു ഫവൈലുൽ ലിൽ മുസല്ലീൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമസ്കരിക്കുന്നവരാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ കൗസറിലൂടെ പറയുന്നുണ്ട്, ഫസ്വല്ലി ലിറബ്ബിക്, നിന്റെ റബ്ബിന് വേണ്ടിയിട്ട് നീ നമസ്കരിക്കുക എന്ന് പറയുന്നുണ്ട്. അതായത് മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ താൻ ഭയങ്കര സംഭവമാണെന്നോ അല്ലെങ്കിൽ ഭയങ്കര ഭക്തയാണെന്നോ ഒന്നും കാണിക്കാനല്ല, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രീതി ലഭിക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, അള്ളാഹു കൽപ്പിച്ചൊരു കൽപ്പന ഞാനിവിടെ പൂർത്തീകരിക്കുകയാണ് എന്നുള്ള നമ്മളുടെ ഇഖ്ലാസോട് കൂടിയുള്ള നിയ്യത്ത് നമുക്ക് എല്ലാവർക്കും വേണം എന്നും ഈ ഒരു സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ മാഊനിൽ വയംനഊനൽ മാഊൻ, അവർ ചെറിയ സഹായങ്ങൾ കൂടെ തടയുന്നവരാണ്. എന്നാൽ ആ സൂറത്തുൽ കൗസർ അല്ലാഹു സുബ്ഹാനഹു തആല അന്നഹർ, അതായത് ബലിയർപ്പിക്കാൻ പറയുന്നുണ്ട്. നമ്മൾ ബലിയർപ്പിച്ചാൽ നമ്മൾ എന്താ ചെയ്യാം? മറ്റുള്ളവർക്കൊക്കെ നമ്മൾ അതിൽ നിന്നും നൽകും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ രണ്ട് സൂറത്തും ഭയങ്കര കോൺട്രാസ്റ്റ്
കോൺട്രാസ്റ്റിംഗ് സൂറയാണ്. അതായത് ഒന്ന് ചീത്ത ആളുകളെ കുറിച്ച് പറയാണ്, മറ്റൊന്നോ നല്ല ഏറ്റവും ബെസ്റ്റ് വ്യക്തിത്വമായിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള ഒരു ഗിഫ്റ്റായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ കൗസർ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇത് എക്സ്ക്ലൂസീവ്ലി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം നൽകപ്പെട്ടിട്ടുള്ള സൂറത്താണ്. എന്നാലും നമുക്കും ഇൻഷാ അല്ലാഹ് അതിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതൊക്കെ മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖും നൽകട്ടെ. ആമീൻ. അപ്പം നമ്മൾ തുടങ്ങാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നമ്മൾ ശപിക്കപ്പെട്ടിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരണത്തിൽ നിന്ന് വളരെ ദൂരെ എറിയപ്പെട്ടിട്ടുള്ള ശൈത്താനായിട്ടുള്ള, അതായത് മെല്ലെ 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 നമ്മളെ പല കാര്യങ്ങളിലേക്കും വഴുതിക്കൊണ്ടു പോകുന്ന, അല്ലെങ്കിൽ നമ്മളെ സ്ട്രോങ് ആയിട്ടുള്ള ഈമാനെ വരെ ടെംപ്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ശൈത്താൻ്റെ എല്ലാവിധ ഷർറിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. എല്ലാവരോടും കാരുണ്യം, അതുപോലെ തന്നെ പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ അടിമകളോട് സ്പെഷ്യൽ കാരുണ്യം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മൾ തുടങ്ങാണ്. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ. തീർച്ചയായും നിനക്ക് നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ തീർച്ചയായും നിനക്ക് നാം അൽ കൗസർ പ്രദാനം ചെയ്തിരിക്കുന്നു. ഫസല്ലി ലിറബ്ബിക വൻഹർ. ആകയാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ തന്നെയാകുന്നു വാലറ്റവൻ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ആദ്യത്തെ ആയത്തിലേക്ക് പോവുകയാണ്. ഇന്ന നിശ്ചയം നാം എന്നുള്ള അർത്ഥമാണ്. അഅ്തൈനാക. അഅ്തൈന എന്നുള്ളത് 3 വാക്കാണ്. അഅ്ത എന്ന് പറഞ്ഞാൽ നൽകി, അഅ്തൈന എന്ന് പറയുമ്പോൾ നാം നൽകി, അഅ്തൈനാക എന്ന് പറയുമ്പോൾ നാം നിനക്ക് നൽകി. അപ്പോൾ ഇന്ന അഅ്തൈനാക, തീർച്ചയായും നാം നിനക്ക് നൽകിയിരിക്കുന്നു. എന്ത്? അൽ കൗസർ. അൽ കൗസർ എന്ന് പറഞ്ഞാൽ ധാരാളം എന്നുള്ള അർത്ഥമാണെങ്കിൽ കൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരുപാട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ റൂട്ട് ലെറ്റർ അഅ്തൈനാക എന്നുള്ളതിൻ്റെ ഐൻ ത വാവ് ആണ്. അൽ കൗസറിനത് കാഫ് സ ആൻഡ് റ. ഓക്കെ. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് എന്താണ് ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു നമ്മളോട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയം നാം. അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ നമുക്ക് അള്ളാഹുവിന് വേണമെങ്കിൽ ലഖദ് അല്ലെങ്കിൽ ഖദ് എന്നുള്ളതൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇന്ന, നിശ്ചയം ഞാനാണ്, നിശ്ചയം നാം ആണെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയണം. ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ ഇത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് തെറ്റായിട്ടുള്ള ധാരണകളുണ്ട്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്താനങ്ങളൊന്നും ഇല്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം വിഷമിപ്പിച്ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലെന്താണ്, ഇനി ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ജനറേഷൻ മുന്നോട്ട് പോവുകയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്ന, ഒരിക്കലുമല്ല, തീർച്ചയായിട്ടും എന്നുള്ളൊരു കംപ്ലീറ്റ്ലി അവർ ചിന്തിക്കുന്ന ആ ചിന്തയെ പാടേ മായ്ച്ചു കളഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അഅ്തൈനാക. അഅ്ത എന്ന് പറഞ്ഞാൽ ഒരു ഗിഫ്റ്റാണ്. ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിന് പറഞ്ഞതാണ് അഅ്ത. ഗിഫ്റ്റ് നൽകുന്നതിന് പറഞ്ഞതാണ് അഅ്ത. ഓക്കെ. ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്തതിന് അനുസരിച്ചിട്ടുള്ള ഒന്നുമല്ല. അത് അവർ ചെയ്തതിനേക്കാളും അവർ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം, അവർ ഡിസേർവ് ചെയ്യുന്നതിനേക്കാളും, അതായത് നമ്മൾ അർഹിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് നൽകുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് അഅ്ത എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിക്കാത്ത, അതുപോലെ തന്നെ ഈവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അർഹിക്കാത്ത വലിയൊരു കൗസർ, അതായത് വലിയൊരു ഗിഫ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അത് മാത്രമല്ല, ഇവിടെ അഅ്ത എന്നുള്ള വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂതകാലത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതായത് ഓൾറെഡി നൽകിയിട്ടുണ്ട്. നമുക്കറിയാം ഈ സൂറത്ത് അവതരിക്കപ്പെട്ടുള്ളത് എപ്പോഴാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരിക്കുമ്പോൾ വളരെ കുറച്ച് ഫോളോവേഴ്സൊക്കെ ആയിട്ടിരിക്കുന്ന, അതായത് ഒരിക്കലും ഭാവിയിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഒരു ദീൻ എന്നൊന്നും അറിയാത്തൊരു സിറ്റുവേഷനിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തീർച്ചയായിട്ടും നാം നിനക്ക് ധാരാളം നൽകിയിട്ടുണ്ട്. അൽ കൗസർ നിനക്ക് തീർച്ചയായിട്ടും ഞാൻ നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ അങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ,
രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓൾറെഡി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അൽ കൗസർ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള ഒരു റിവറാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ആ അൽ കൗസർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓൾറെഡി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതി വെച്ചതാണ്. അതല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായം പറഞ്ഞത് ഒരു കാര്യം ഭാവിയിൽ തീർച്ചയായിട്ടും നടക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അള്ളാഹു ഖുർആനിലൊരു ശൈലിയാണെന്ത്, അത് ഓൾറെഡി സംഭവിച്ച പോലെ, അതായത് പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് സംഭവിച്ച പോലെ പറയാ എന്നുള്ളത്. അപ്പോൾ ഗ്യാരണ്ടി ആണെന്ത്, തീർച്ചയായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ കൗസർ നൽകും 100% എന്നുള്ള ഗ്യാരണ്ടിയാണ് അവിടെ കാണിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അന്ന് ആലോചിച്ചൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും വിഷമിച്ചിരിക്കുന്ന സമയത്ത് നീ ഇനി അതൊന്നും ചിന്തിക്കണ്ട, നീ ഇപ്പം നിനക്ക് നൽകിയിട്ടുള്ള ഈ ഒരു ഹാപ്പി ന്യൂസ് നീ ചിന്തിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതാണ് അത്ത എന്ന് പറഞ്ഞാൽ. ഇനി 2-3 കാര്യങ്ങൾ കൂടെ പറയാം. നമ്മൾക്ക് ഖുറാനിൽ നമ്മൾ അജ്ർ കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സവാബും കേട്ടിട്ടുണ്ട്. അജ്ർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തു, ആ വർക്കിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാലറി ഉണ്ടാവുമല്ലോ, അതാണ് അജ്ർ എന്ന് പറഞ്ഞാൽ. സവാബ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്താണോ നമ്മൾക്ക് ആ ഒരു ഇതിന് വേണ്ടത് അതങ്ങനെ തന്നെ, അതായത് ഒരു കുറവും കൂടുതലും ഇല്ലാണ്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് നൽകുന്നതിനാണ് സവാബ് എന്ന് പറഞ്ഞത്. എന്നാൽ അപ്പോൾ നമ്മൾ അത്ത എന്ന് പറയുമ്പം ഇത് എക്സ്പെക്റ്റഡും അല്ല, അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റും അല്ല, അതിനും കൂടുതൽ മോർ ദാൻ എക്സ്പെക്റ്റഡും ഗ്രേറ്റ് ഗ്രാൻഡ് സർപ്രൈസ്, ഹെവി ആയിട്ടുള്ള സർപ്രൈസ് ആണ് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതാണെന്ത് ഈ അത്ത എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓൾറെഡി നിനക്ക് ഞാൻ നൽകിയിരിക്കുന്നു എന്ന് പറയാണ്. എന്താ നൽകിയിട്ടുള്ളത്? അൽ കൗസർ, കാഫ് ഫ ആൻഡ് റ, അതാണ് അതിൻ്റെ റൂട്ട് ലെറ്റർ. അൽ കൗസർ എന്ന് പറഞ്ഞാൽ അൽ ഖൈറു കസീർ, അതായത് ഒരുപാട് നന്മ എന്നുള്ള, ധാരാളം നന്മ അല്ലെങ്കിൽ ധാരാളം നേട്ടം എന്നൊക്കെ പറയുന്ന ഒരർത്ഥമാണ് അൽ ഖൈറു കസീർ എന്ന് പറഞ്ഞാൽ. നമ്മൾ കസീർ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാലേ ഒരുപാട് എന്നുള്ള അർത്ഥം, പ്ലെൻറ്റി ആയിട്ട് എന്നുള്ളൊരർത്ഥത്തിലൊക്കെ നമ്മൾ പറയുന്ന ഒരർത്ഥമാണ് അല്ലെങ്കിൽ കസീർ എന്ന് പറഞ്ഞാൽ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൗസർ എന്ന് ഉപയോഗിച്ചുള്ളത്. കൗസർ എന്നുള്ള വാക്ക് വളരെ നമ്മൾ റയർ ആയിട്ടാണ് ഈ ഒരു വാക്ക് കേൾക്കുക. അതായത് നിങ്ങൾ ഒരുപാട് നമ്മൾ കാഫിർ അല്ലെങ്കിൽ എന്താ പറയുക സാലിം, അങ്ങനെ മുസ്ലിം അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുന്നത് ഫഅൽ എന്നുള്ള ഫോമിലാണ്. ഫഅൽ നമ്മൾ നൗഫൽ എന്ന് കേട്ടിട്ടുണ്ടാകും അല്ലേ, ജൗഹർ എന്ന് കേട്ടിട്ടുണ്ടാകും. അതുപോലെ ഒരു ഫോമിലാണ് കൗസർ എന്ന് വരുന്നത്. അതായത് ഇത് ഭയങ്കര റയർ ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര പവർഫുൾ ആണ്. ഈ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിയോണ്ട് ഇമാജിനേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു വാക്കാണ്. ഓക്കെ. അപ്പോൾ അൽ കൗസർ എന്ന് പറയുമ്പോൾ അറബികൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം അവരുടെ മക്കളൊക്കെ എവിടെയെങ്കിലും ദൂരെ യാത്ര പോയി കഴിഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരില്ലേ, അപ്പോൾ അത് കണ്ടിട്ട് അൽ കൗസർ എന്ന് പറയും. അതായത് ഒരു ആശ്ചര്യത്തോടു കൂടി സോ മച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇത്രയും തോനെ എന്നൊക്കെ പറഞ്ഞൊരു വാക്കാണെന്ത് അൽ കൗസർ. അൺയൂഷ്വലി ഹൈ എമൗണ്ട്, ഗ്രേറ്റ് ഡീൽ എന്നൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പൊടിക്കാറ്റൊക്കെ അടിക്കുമ്പം ഈ മണലൊന്നായിട്ട് കൂമ്പാരായിട്ട് അടിച്ച് കയറുമല്ലോ, അപ്പോഴും അതിനുപയോഗിക്കുന്ന ഒരു വാക്കാണ് കൗസർ. അതുപോലെ ഒരു വ്യക്തി മറ്റുള്ളവർക്ക് ഒരുപാട് സഹായങ്ങൾ നൽകുമ്പം ആ വ്യക്തി ഈ ഒരു അൽ കൗസർ ആയിട്ടുള്ള വ്യക്തിയാണ്, അതായത് അൽ കൗസർ അല്ല കൗസർ ആയിട്ടുള്ള വ്യക്തിയാണ്, അതായത് ഒരുപാട് നന്മ നിറഞ്ഞ വ്യക്തിയാണ് എന്നർത്ഥം. അതുപോലെ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പറയുന്നൊരു വാക്കാണ് കൗസർ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അൽ കൗസർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇന്നതാണെന്ന് പറഞ്ഞ് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ നമ്മൾ നേരത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കി അൽ കൗസർ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗ്ഗത്തിൽ നൽകിയിട്ടുള്ളൊരു നദിയാണ്, അതുപോലെ തന്നെ ഹൗദൽ കൗസർ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാലും ഈ വെറും ഹൗദൽ കൗസർ അല്ലെങ്കിൽ വെറും ഒരു നദി മാത്രമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം നൽകിയെന്ന് പറയുമ്പോൾ അല്ലേ. അതായത് നമുക്കറിയാം ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരുന്ന ആളുകൾ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത അത്രയ്ക്കും ഫോളോവേഴ്സിന് നൽകി. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം അല്ലേ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ
നമ്മൾ ഈ ലോകാവസാനം വരെയുള്ള ആളുകളൊന്ന് ചിന്തിച്ചു നോക്ക്, എത്ര ഫോളോവേഴ്സ് ഉണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല അല്ലേ, ഈവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാന്ന് പോലും അറിയാണ്ട് നമ്മൾ അങ്ങേയറ്റം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ നഫ്സിനെക്കാളും കൂടുതൽ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഒരുപാട് പേര് അങ്ങനെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്നുണ്ട് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എന്താക്കും, അത് ചെയ്യണ്ടെന്ന് വിചാരിക്കും. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കിടക്കുമ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത് എന്ത്, കവുന്ന് കിടക്കരുത് എന്നുള്ളത്. ഇപ്പം നമുക്ക് പലർക്കും അത് ഇഷ്ടമുള്ള ഒരു പൊസിഷൻ ആണെങ്കിൽ പോലും നമ്മൾ എന്താ ചെയ്യുക, റസൂലിന് ഇഷ്ടമല്ലല്ലോ, വലത് ഭാഗത്താണല്ലോ അദ്ദേഹത്തിന് ചെരിഞ്ഞ് കിടക്കുന്ന ഇഷ്ടം എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കും അല്ലേ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഇരുന്ന് കൊണ്ടും കുടിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സിലേക്ക് അത് വരികയാണ്, റസൂലിന് അതാണല്ലോ ഇഷ്ടം, വലത് കൈകൊണ്ട് കൊടുക്കുന്നതാണല്ലോ ഇഷ്ടം. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെന്താണ്, റസൂലിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതീക്ഷിക്കാത്ത സംഭവമാണ് അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു സൂറത്ത് ലഭിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും ഫോളോവേഴ്സ് എനിക്ക് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഇത്രയും ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുകഴ്ത്തി പറയും എന്നൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പ്രതീക്ഷിച്ചിട്ട് പോലില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിലൂടെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ആശ്വാസം നൽകാണ്. ഒപ്റ്റിമിസ്റ്റിക് ആകാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, സുബ്ഹാനല്ലാഹ്, നീ ചിന്തിക്കുന്നതിനപ്പുറം ബിയോണ്ട് യുവർ ഇമാജിനേഷൻ നിനക്ക് ഫോളോവേഴ്സ് ഉണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള ഒരു അൽ കൗസർ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ സൂറ നമ്മളെയും പഠിപ്പിക്കുന്ന ഒരു കാര്യം, അതായത് ഇവിടെ സത്യം പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലേ. മകൻ നഷ്ടപ്പെട്ട വേദനയിലാണ്. അപ്പോൾ പറയാണ്, നിനക്ക് ഒരു മകൻ നഷ്ടപ്പെട്ടാലും നിനക്ക് ഒരുപാട് അൽ കൗസറായിട്ട് നിന്നെ പിന്തുടരാൻ ആളുകളുണ്ടായിരിക്കും എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഭയങ്കര വിഷമത്തിലാണ് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അൽ കൗസർ ഞാൻ നിനക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളും ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷനിലല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ ഭാവി. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും നമ്മളൊരു ചെറിയൊരു പൂവാണ് ആഗ്രഹിച്ചതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ് നമുക്ക് നൽകിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സന്തോഷിപ്പിക്കും എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആയത്ത്. അതുകൊണ്ട് ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ മറന്നേക്കും, നിനക്ക് വരാൻ പോകുന്ന അൽ കൗസറിനെ കുറിച്ച് നീ ചിന്തിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇന്ന മഅൽ ഉസ്രി യുസ്റാ അല്ലേ. തീർച്ചയായിട്ടും ഒരു പ്രയാസത്തോടൊപ്പം എളുപ്പം നിനക്ക് നൽകുന്നതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മകൻ നഷ്ടപ്പെട്ടാലും അതിലേറെ ഒരുപാട് മക്കളെ നൽകിക്കൊണ്ട്, ഒരുപാട് പിൻഗാമികളെ അല്ലെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സിന് നൽകിക്കൊണ്ട് നിന്നെ ഞാൻ സന്തോഷിപ്പിക്കും എന്നുള്ളൊരു സന്തോഷ വാർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിലൂടെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ പൂർത്തീകരിച്ചു കൊടുക്കണം അല്ലേ. അതായത് ഫൈനൽ പ്രോഫറ്റാണ് അള്ളാഹുവിൻ്റെ. അതോടുകൂടി ഇസ്ലാമിൻ്റെ ആ ഒരു എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു. പുതുതായിട്ട് ഒന്നും തന്നെ അതിലേക്ക് ആഡ് ചെയ്യാനോ ഒന്നും തന്നെ അതിൽ നിന്നും മായ്ക്കാനോ പറ്റാത്തൊരു സിറ്റുവേഷൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ത് ആ ദീൻ പൂർത്തീകരിച്ചത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അല്ലേ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. അതായത് നീ പൂർത്തീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് റബ്ബിലേക്ക് തന്നെ നീ ഇസ്തിഗ്ഫാറും അതുപോലെ തന്നെ തസ്ബീഹും ഒക്കെ നീ വർദ്ധിപ്പിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ലഭിച്ചൊരു നേട്ടം എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലതും വശംസി, അതുപോലെ വദ്ദുഹ, വത്തീൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ വസ്തുക്കളെ കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെച്ചിട്ട് ഒരൊറ്റ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തത്. ലഅംറുക് എന്ന് പറയുന്നുണ്ട് ഒരായത്ത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വെള്ളിയാഴ്ച ദിവസം അല്ലേ, ഇന്ന് നമുക്കറിയാം വെള്ളിയാഴ്ചയാണ്. ഈ ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് പറയുന്നുണ്ട്. അതായത് നിങ്ങളും റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. പ്രത്യേകം വെള്ളിയാഴ്ച നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ
കൂടുതൽ സ്വലാത്ത് ചെല്ലേണ്ട ദിവസമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അപ്പോൾ ഇവിടെ ആലോചിച്ചൊക്കെ അള്ളാഹു ആണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ റസൂലിൻ്റെ പേരിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാ മനുഷ്യരാണ്, പക്ഷെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്ത് ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ തന്നെ സൂറത്ത് നിസായിൽ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കാര്യം എന്താണ് പറയുക ജഡ്ജ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് അതിലെന്താണ് അതിൽ പിന്നെ ഒരു അത് ശരിയല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു ഓപ്ഷനും ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് എന്താണ് അങ്ങനെ നിങ്ങളെങ്ങാനും ചെയ്താൽ നിങ്ങൾ ആ ദീനിൽ നിന്നും നിങ്ങൾ വിശ്വസിക്കാത്ത ആളുകളാവും എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അത്രയ്ക്കും സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു നൽകിയിട്ടുണ്ട്. വേറെ ആർക്കാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു നൽകിയിട്ടുള്ളത് അൽ-കൗസർ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഖുർആനിലെ സൂറത്തുൽ ഖലമിൽ അല്ലാഹു പറയുന്നുണ്ട്, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നിശ്ചയമായും ഏറ്റവും ടോപ്പ് മോസ്റ്റ്, അതായത് ഏറ്റവും ടോപ്പ് ഹുൽക്കാർക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. സുബ്ഹാനല്ലാഹ്. ഈവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം പോലും അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും ഹാൻസം ഏറ്റവും ഭംഗിയുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാലും അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ തന്നെ ഒരവസരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏഞ്ചൽസ് വന്നിട്ടുണ്ടായിരുന്നു. യുദ്ധത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ, ബദർ യുദ്ധത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അബൂജഹലിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്താണ് അവളുടെ കണ്ണിൽ നിന്നും കാണാതെ മറക്കപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരുപാട് അൽ കൗസർ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താണ് പാരഡൈസിലുള്ള ആ റിവർ അല്ലേ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ കുറിച്ചിട്ട് പറയണം. നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കട്ടെ. അതായത് അതിൻ്റെ എന്താണ് ബാങ്ക്, അതായത് കോർണിഷ് ഏരിയ എന്നൊക്കെ പറഞ്ഞ പോലെ ആ ബാങ്കില്ല തീരം, ആ തീരം എന്താണ് സ്വർണ്ണങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അതിൻ്റെ എന്താണ് ചുറ്റുപാടും സ്വർണ്ണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിറച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ നിലം എന്ന് പറഞ്ഞാൽ ഫുള്ള് പേൾസും റൂബീസും എന്താ പറയുക വജ്രങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ അതിലുള്ള മണ്ണിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പെർഫ്യൂമിനേക്കാളും മസ്കിനേക്കാളും ഭയങ്കര സുഗന്ധമാണ് എന്ന് പറയുന്നുണ്ട്. അതിലുള്ള വെള്ളം അത് തേനേക്കാളും സ്വീറ്ററാണ്, ടേസ്റ്റിയറാണ്. അതുപോലെ തന്നെ അതിലുള്ള എന്താണ് വെള്ളത്തിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ വൈറ്റർ ദാൻ സ്നോ, അതുപോലെ പാലിനേക്കാളും നിറമുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്ന് ആലോചിച്ച് നോക്കിയാൽ അത് നമുക്ക് അതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ അതൊരു മാസത്തിൻ്റെ ദൂരം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കണം. ഒരു മാസം നമ്മൾ നിർത്താതെ നടക്കുമ്പോൾ ദൂരം എത്രയായിരിക്കും. സുബ്ഹാനല്ലാഹ്. അത്രയ്ക്കും വിശാലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അൽ കൗസർ. അത് മാത്രമല്ല അതിലുള്ള എന്താണ് കുടിക്കാൻ ഉപയോഗിക്കുന്ന കോപ്പകളോ അത് ആകാശത്തുള്ള നക്ഷത്രത്തിൻ്റെ അത്രയും ഉണ്ടെന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ അവതാരമാണ് അല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് പറയുക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവിടെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് അവിടെ നിന്നും വെള്ളം കുടിക്കാൻ എന്താണ് ഭാഗ്യം ചെയ്ത ആളുകളും ഉണ്ടാകും എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ഇത് അൽ കൗസർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിൻ്റെ വാക്കുകൾ അള്ളാഹു ഡയറക്റ്റായിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാമിലൂടെ എത്തിച്ചു കൊടുക്കുന്നത് തന്നെയാണ് അൽ കൗസർ എന്ന് പറയുന്നത്. പിന്നെ ഇസ്ലാം ഒരു കൗസറാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഖുർആൻ എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന് പറയുന്നുണ്ട് അല്ലേ. അതായത് എല്ലാവർക്കും, ഏത് ചെറിയ കുട്ടിക്കും ഏത് പ്രായം ചെന്ന ആളുകൾക്കും വായിക്കാൻ എളുപ്പത്തിലാക്കി കൊടുത്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ. പക്ഷേ അതിനു മുമ്പുള്ള തൗറാത്തും ഇഞ്ചീലും അതൊക്കെയെന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുള്ള എന്താണ് അറിവുള്ള സ്കോളറായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അത് മനസ്സിലാക്കാനൊക്കെ പറ്റുള്ളായിരുന്നു. പക്ഷേ സുബ്ഹാനല്ലാഹ് നമ്മൾ വെറും സാധാരണക്കാരായിട്ടുള്ള നമുക്ക് എന്താണ് ഈ സൂറത്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എന്താണ് ഇതിൽ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈവൻ ഞാൻ പറയുമ്പോൾ എനിക്കതൊക്കെ മനസ്സിലാക്കാൻ ഞാൻ വളരെ സാധാരണയായിട്ടുള്ള ഒരാളാണ്. എന്നിട്ടും അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്താണ്
ഈ ഒരു ആയത്തുകളൊക്കെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇതൊക്കെ എന്താണ്, ഈ ഒരു അൽ കൗസറാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ട് അൽ കൗസറാണ്. കാരണം നമ്മൾ ഓരോ ഹർക്കത്ത് ഇവിടെ പറയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഹർഫ് നമ്മൾ പറയുമ്പോഴും അതിൻ്റെ ഒരു പ്രതിഫലം ആർക്ക് ലഭിക്കുന്നുണ്ട്? നമ്മൾക്ക് ഈ ദീൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള നമ്മളുടെ ഏറ്റവും വലിയ ലോകത്തിൻ്റെ തന്നെ അധ്യാപകനായിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ ഒരു പങ്ക് പോകുകയാണല്ലേ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് അൽ കൗസറാണെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഓരോ പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ലോകവും ആകാശവും ഭൂമിയും എന്തൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അതിനേക്കാളും വലുതാണെന്ത്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ കിട്ടുന്ന പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അൽ കൗസറാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ നമ്മൾ ചിന്തിക്കണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചെറിയൊരു പ്രദേശത്ത് മാത്രം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ സുബ്ഹാനല്ലാഹ് ഇപ്പോൾ അത് പ്രചരിച്ച് അത് എത്താത്ത സ്ഥലങ്ങളില്ല അല്ലേ. നമുക്ക് ഈവൻ നമ്മളുടെ മൊബൈൽ തുറന്നാൽ പോലും ഏതൊരു കുഗ്രാമത്തിലെ ഒരാൾക്ക് കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് അറിയാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഇതിൽ ബറക്കത്ത് നിറച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നീട് പറയുന്നത് എന്താണ് പറയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദീന് നമ്മൾ പറഞ്ഞത് എന്താണ്, വളരെ ചെറിയൊരു സ്ഥലത്ത് മാത്രമാണ്. പക്ഷെ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിക്കാത്ത അത്രയും സ്ഥലങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെ മറ്റൊന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്യാഗം എന്താണ്, അൽ കൗസറാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്യാഗം ചെയ്തതുപോലെ ഭൂമിയിൽ ഒരു വ്യക്തിയും ത്യാഗം ചെയ്തിട്ടില്ല. ഒരു വ്യക്തിയും അത്ര പ്രയാസം അനുഭവിച്ചിട്ടില്ല. പക്ഷേ ആ പ്രയാസത്തിലൊക്കെ അത്രയും ഉറച്ചു നിന്ന് അത്രയും സ്റ്റേണായിട്ട് നിന്നുകൊണ്ട് എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ പൂർണ്ണ തൃപ്തിയായിക്കൊണ്ട് നിൽക്കാൻ ഉള്ളൊരു ഒരു കരുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ വറഫഅനാ ലക ദിക്റക, സുബ്ഹാനല്ലാഹ്. അത് ഏറ്റവും വലിയ പ്രൂഫാണെന്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം എന്താണ് വാലറ്റവൻ തീർച്ചയായിട്ടും റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾ തന്നെയാണ് എന്നുള്ളത്. അതായത് നമ്മൾ ഇപ്പോൾ അള്ളാഹുവിൻ്റെ വാക്ക് പറയുന്ന കൂടെ തന്നെ നമ്മളെന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഒരു എന്താണ് ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ പേരിൽ ഹംദ് പറയുന്നുണ്ട്, കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്വലാത്ത് ചെല്ലുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നിസ്കാരത്തിൽ നമ്മൾ എന്താണ് അത്തഹിയാത്ത് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറയുന്നുണ്ട്, കൂടെ തന്നെ ഇബ്രാഹിമി സ്വലാത്ത് പറയുന്നുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ പേരും കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരും. ഇസ്ലാമിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുമ്പോൾ അപ്പോഴെന്ത് പറയണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതുപോലെ നമ്മൾ വുളു എടുത്തതിന് ശേഷം നമ്മൾ ദുആ ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് എവിടെ റസൂൽ അള്ളാഹുവിൻ്റെ പേര് പറയുന്ന അവിടെയൊക്കെ റസൂലിൻ്റെ പേര് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഭൂമിയുടെ എല്ലാ കോണുകളിലും ഓരോ സിംഗിൾ സെക്കൻഡിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അള്ളാഹു എന്താണ് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അതായത് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും എല്ലായിടത്തും ഡിഫറെൻ്റ് ആണ്. അതായത് ഈ എർത്ത് മുഴുവൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഓരോ സെക്കൻഡിലും ബാങ്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ സെക്കൻഡിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അവിടെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത്രയും വലിയ കൗസർ ആർക്കാ ലഭിക്കുക അല്ലേ? ആർക്കാണ് ഇങ്ങനെ ഇത്രയും ലോകം മുഴുവനായിട്ടും അറിയപ്പെടാൻ പറ്റുക? സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ കൗസർ തീർച്ചയായിട്ടും നിനക്ക് ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നൂറിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു നൂറ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരുടെ ഒരു വിഷമോ ദേഷ്യമോ പ്രയാസമോ ഒന്നും ഉണ്ടാകില്ല. എല്ലാ സാഡ്നെസ്സും കട്ട് ഓഫ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഗ്രേറ്റ് സ്ട്രെങ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അൽ കൗസറാണ് എന്ന് പറയുന്നുണ്ട്. കാരണം റഹ്മത്തുൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനായിട്ടുള്ള ഒരു പ്രവാചകനായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂസ് ചെയ്തിട്ടുള്ളത്. ആലോചിച്ച് നോക്കാം, എത്ര എന്താ പറയുക വലിയ ക്വാളിറ്റിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരിക്കുക. ഇത്രയും ലോകത്തെ ആളുകളുണ്ടായിട്ട് എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടാകും? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് തന്നെ അറിയാം, ഒരു കമ്പനിയിൽ ഇന്ന വ്യക്തി ഇയാൾ അതിന് സ്യൂട്ടബിൾ ആണ് എന്ന് ആ ബോസ് പറയുമ്പോൾ ആ ഒരു വ്യക്തിക്കുണ്ട അഭിമാനം, അതുപോലെ തന്നെ എന്താണ് അതിൽ ആ വ്യക്തിയിൽ എന്താണ് ഇത്രയും സ്പെഷ്യൽ ക്വാളിറ്റി എന്ന് മറ്റുള്ളവർ ചിന്തിച്ചു പോകും. സുബ്ഹാനല്ലാഹ്. എന്നാൽ ലോകത്തിൻ്റെ തന്നെ രക്ഷിതാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും കോടാനുകോടി ജനങ്ങളിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂസ് ചെയ്യുമ്പോൾ എത്ര ഖലീലായിരിക്കും അല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്. സുബ്ഹാനല്ലാഹ്.
അതുപോലെ തന്നെ ഏറ്റവും ആദ്യമായിട്ട് എന്താ പറയുക ഖിയാമത്ത് നാളിൽ എന്താണ് ജനിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരിക്കും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിനോട് ഖിയാമത്ത് നാൾ തുടങ്ങാൻ ഉള്ളൊരു എന്താണ് തുടങ്ങണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരിക്കും അള്ളാഹുവിനോട് പറയാം. അതുപോലെ ശുപാർശകനാകാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ 5 വക്ത് നമസ്കാരം അത് വേറെ ആർക്കും നൽകിയിട്ടില്ല. അത് യഥാർത്ഥത്തിൽ ഒരു ഗിഫ്റ്റാണ് നമസ്കാരം. ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കും. നമസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. യഥാർത്ഥത്തിൽ 50 നമസ്കാരത്തിന്റെ പ്രതിഫലം നമ്മൾ ഈ 5 വക്ത് നമ്മൾ നമസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു നൽകുന്നുണ്ട്. അവിടെയും അൽ കൗസറാണ്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം ഒരിക്കലും ഒരാളും അക്കംപ്ലിഷ് ചെയ്യാത്ത, അതായത് മക്ക വിജയമൊക്കെ ലഭിക്കുമ്പോൾ നമുക്കറിയാം ഏതൊരു യുദ്ധത്തിന് ശേഷം ഒരുപാട് ആളുകൾ മരിക്കും, അല്ലെങ്കിൽ ഏതൊരു വിക്ടറിക്ക് ശേഷം ഏതൊരു കോൺകറിന് ശേഷം ആ ഒരു നാട്ടിൽ ഒരുപാട് വ്യക്തികൾ മരണപ്പെടും. പക്ഷേ ഒരു ഇത്തിരി പോലും ചോര ചിന്താണ്ടുള്ള ഏറ്റവും വലിയ വിജയമായിരുന്നു മക്ക വിജയം. സുബ്ഹാനല്ലാഹ്. അത്രയും വലിയ ഗ്രേറ്റ് അക്കംപ്ലിഷ്മെന്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. ഇതാണ് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും പ്ലെന്റി ആയിട്ട് അബണ്ടന്റ് ആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ളത്? കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പറഞ്ഞ ഓരോ കാര്യങ്ങളും അതേപടി ഒരു കുറവും വരുത്താണ്ട്, അല്ലെങ്കിൽ ഒരു അലസതയും കാണിക്കാണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും പിന്തിരിയാണ്ട്, മുഖം തിരിക്കാണ്ട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് കാരണമാണ് എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്രയും പ്രതീക്ഷിക്കാത്ത ഗ്രാൻഡ് അൽ കൗസർ നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതായത് ഇഖ്റ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഖ്റ എന്ന് പറഞ്ഞു അല്ലേ, ഖും ഫഅൻദിർ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റു എന്താണ് ആളുകൾക്ക് എന്താണ് ദീനെത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. അതുപോലത്തെ അൻസിൽ ബല്ലിഗ് എന്നൊക്കെ പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ പിൻപറ്റി. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അസ്ലംതു ലി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഞാൻ റബ്ബെ തീർച്ചയായിട്ടും ലോകരക്ഷിതാവിന് ഞാൻ കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ഡിഫിക്കൽട്ട് ടാസ്ക് ആണെങ്കിലും എന്ത് പ്രയാസത്തിലാണെങ്കിലും അത് ഒരു മടിയും കൂടാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും എക്സ്ട്രീംലി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ അത്രയും വലിയ എതിർക്കുന്ന ആ ഒരു ഖുറൈശി കൂട്ടത്തിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ഈ വാക്കുകൾ അടിയുറച്ച് വിശ്വസിക്കുകയും അത് അങ്ങനെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. യഥാർത്ഥത്തിൽ പകൽ എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് വേണ്ടിയിട്ട് പെറുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലോ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് ഫഇദാ ഫറഗ്ത ഫൻസബ്. അതായത് നീ നിന്റെ ഇതൊക്കെ കഴിഞ്ഞാൽ റബ്ബിലേക്ക് വന്നിട്ട് എന്താണ് അള്ളാഹുവിൻ്റെ അടുത്ത് രാത്രി നമസ്കരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പകലും രാത്രിയിലും മുഴുവനും ഇബാദത്തിലായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഴുകിയിട്ടുള്ളത്. അതുകൊണ്ടൊക്കെയാണ് എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അൽ കൗസർ പ്രദാനം ചെയ്തിട്ടുള്ളത്. എല്ലാം ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുക അത്രയും ബെസ്റ്റായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണാതെ പോവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ ഒരു പുഞ്ചിരി ആണെങ്കിൽ പോലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് തീയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു എന്താണ് ഈത്തപ്പഴത്തിൻ്റെ ഒരു ഹാഫ് പോർഷനെങ്കിലും നൽകുന്നത്. അതൊക്കെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ രേഖപ്പെടുത്തുന്നത്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ആര് ഒരു അണുമണി തൂക്കം നന്മ ചെയ്തോ അത് അവൻ കാണും എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ എഫേർട്ട്, നമ്മളുടെ ഓരോ കുഞ്ഞു എഫേർട്സും അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ എത്ര കൂടുതൽ എഫേർട്ട് എടുക്കുന്നോ അത്രയും കൂടുതലായിരിക്കും നമ്മുടെ റിവാർഡ്. അൽ കൗസർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകാൻ കാരണം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ എഫേർട്ട് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലായിരുന്നു. അത് ഒരു കുറവുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ കൗസർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനിയും ഒരുപാടുണ്ട്. ഇത് എൻലെസ് ലിസ്റ്റാണ്. നമുക്ക് ഇനി പറയാൻ തുടങ്ങിയാൽ അത് അവസാനിക്കില്ല. അത്രയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട്. മഖാമൻ മഹ്മൂദ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അതായത് പ്രൈസ് വർത്തി സ്റ്റേഷൻ, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ് മഖാമൻ മഹ്മൂദ്. പിന്നെ അൽ വസീല, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ അവതാരത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും ഉദാഹരണമായിട്ട് ഭയങ്കര ജനറസ് ആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട്. അതാണ് അള്ളാഹു പറഞ്ഞത് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. നിശ്ചയമായും തീർച്ചയായും ഞാൻ നിനക്ക് അൽ കൗസർ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് ഫസല്ലി ലിറബ്ബിക വൻഹർ. ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ, ആകയാൽ. സ്വല്ലി എന്ന് പറഞ്ഞാൽ നീ നിസ്കരിക്കും. എന്താണ്
ലി റബ്ബിക്, അതായത് ആർക്ക് വേണ്ടിയിട്ട്? നിന്റെ രക്ഷിതാവിന് വേണ്ടിയിട്ട്. ഫസല്ലി ലി റബ്ബിക്, ആകയാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കുകയും വൻഹർ, പിന്നെ എന്താ ചെയ്യേണ്ടത്? രക്ഷിതാവിന് വേണ്ടിയിട്ട് ബലി അർപ്പിക്കുകയും ചെയ്യുക. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ മുമ്പത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന എന്ന് പറഞ്ഞു. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഡയറക്റ്റ് എന്താണ് അള്ളാഹു നാം എന്നുള്ളതിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ തേർഡ് ഫോമിലാക്കി. എന്താണ്? നിന്റെ റബ്ബിനെ നീ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുക എന്നുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവം എന്നറിയോ? ആദ്യത്തെ ആയത്തിൽ അള്ളാഹു നാം എന്ന് പറഞ്ഞതുകൊണ്ട് കേൾക്കുന്ന ആളുകൾക്ക് ആരാണ് ഈ നാം എന്ന് അറിയില്ല. അപ്പൊ ആ നാം ആരാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയാനുണ്ട്, റബ്ബിക്, നിന്റെ റബ്ബ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അതുപോലെ തന്നെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്റിൽ ഇന്ന എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നാം എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ്? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം, അവിടെ റബ്ബ് എന്ന് പറയുന്നുണ്ട്. ബിഇദ്നിന, പിന്നെ നാം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അള്ളാഹു അങ്ങനെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആരാണ് ആ റബ്ബ്, അല്ലെങ്കിൽ ആരാണ് ആ നാം എന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതുകൊണ്ട് നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കുക. അള്ളാഹു 3 ഒക്കെ നിനക്ക് നൽകിയിട്ടുണ്ട്. നീ അപ്പോൾ എന്ത് ചെയ്യണം? താങ്ക് യു എന്ന് പറയല്ല, എന്ത് ചെയ്യണ്ടേ? നീ നമസ്കരിക്കുക എന്ന് പറയണം. സുബ്ഹാനല്ലാഹ്. ഇവിടെ സത്യം പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം കൺസേൺഡ് ആയിരുന്നു ആരെ കുറിച്ചിട്ട്? എന്താണ്? ആ നാട്ടിലെ ആളുകളെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ അള്ളാഹു പറയാണ്, അതൊന്നും നീ എന്താണ് അതിനെക്കുറിച്ചൊന്നും നീ ചിന്തിച്ച് ബോധേഡായിട്ട് വിഷമിക്കണ്ട. ഫസല്ലി ലി റബ്ബിക്, തീർച്ചയായിട്ടും ഞാൻ നിനക്ക് അൽ കൗസർ നൽകിയിട്ടുണ്ട്. അതിനാൽ നീ എന്താണ്? നിന്റെ രക്ഷിതാവിന് വേണ്ടിയിട്ട് നമസ്കരിക്കുകയും. സുബ്ഹാനല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്ര വേറെ ആരും തന്നെ സ്വന്തം ഉമ്മത്തിന് വേണ്ടിയിട്ട് കരഞ്ഞിട്ടില്ല, അല്ലെ? ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞിട്ട് ഇനി എന്താണ് പൊട്ടിക്കരയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പം അത്രയും കൺസേൺഡ് ആയിട്ടുള്ള ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നീ നിന്റെ എല്ലാ വിഷമങ്ങളും മാറ്റി വെക്ക്, സാരില്ല, വിഷമിക്കണ്ട, തീർച്ചയായിട്ടും ഞാൻ നിനക്ക് അൽ കൗസർ നൽകിയിട്ടുണ്ട്. നീ നിന്റെ രക്ഷിതാവിന് വേണ്ടിയിട്ട് നിന്റെ എല്ലാ വിഷമങ്ങളും മറന്ന് നീ നിന്റെ രക്ഷിതാവിന് വേണ്ടിയിട്ട് നമസ്കരിക്കുക. എന്താണ്? തീർച്ചയായിട്ടും ഞാനത് കൈകാര്യം ചെയ്തോളാം എന്ന് ഒരു അഷ്യൂറൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ അവിടെ കാണിക്കുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഈ ഒരു നുബുവത്തിന്റെ തുടക്കത്തിൽ, മിഷന്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞതാണ് ഫസല്ലി, നീ നമസ്കരിക്കും. അതിനാൽ നീ നമസ്കരിക്കുക എന്ന് പറയുന്നുണ്ട്. എന്നാലോ ഭയങ്കര പ്രയാസത്തിലെത്തുമ്പോൾ, ഭയങ്കര രൂക്ഷമായിട്ടുള്ള സമയത്തോ, അപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? നമസ്കരിക്കാൻ തന്നെയാണ്. എന്നാൽ അതൊക്കെ കഴിഞ്ഞിട്ട്, എല്ലാം കഴിഞ്ഞ് വിജയം കിട്ടിയപ്പോഴോ, അപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, നിന്റെ റബ്ബിനെ നിസ്കരിക്കുകയും അവൻ്റെ ഹംദ് ചെയ്യുകയും എന്താണ് അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുകയും ഒക്കെ ചെയ്യും. അതായത് മുഴുവൻ പറയുകയാണെന്നുണ്ടെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സീറയിൽ ഉടനീളം നമ്മൾ മനസ്സിലാക്കുക എന്താണ്? എന്ത് സാഹചര്യം ആയിക്കോട്ടെ, എത്ര പ്രയാസകരായിക്കോട്ടെ, എത്ര സന്തോഷകരായിക്കോട്ടെ, എത്ര വിജയകരമായിക്കോട്ടെ, അവിടെയൊക്കെ നീ എന്ത് ചെയ്യണം? സല്ലു, നീ നമസ്കരിക്കുക. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ 3 ഒക്കെ വലിയ ഗ്രാൻഡ് ഗിഫ്റ്റ് നൽകിയതുകൊണ്ട് ശുക്രെന്നോ അല്ലെങ്കിൽ ഹംദ് പറയുന്നു ഒന്നല്ല പറഞ്ഞത്, നീ നമസ്കരിക്കുക എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമസ്കരിക്കുന്ന ആളുകൾ ആരായിരിക്കും? യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ ഹംദ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അത് നമസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് നന്ദിയുള്ള ആളുകൾക്ക് മാത്രമാണ് നമസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നമസ്കരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്? നിങ്ങൾ നന്ദികൾ കാണിക്കുന്ന ആളുകളാണ് എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്, നിസ്കരിക്കണം എന്തിനാണ്? നിസ്കരിച്ചില്ലെങ്കിൽ നരകത്ത് കൊണ്ടിടും, തീയിൽ കൊണ്ടിടും എന്നൊക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത്, അല്ലേ? സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബിനോട് കാണിക്കുന്ന ഫോം ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലേ? ഒരു ഫോം ഓഫ് ഗ്രേറ്റ്ഫുൾനെസ്, അല്ലെങ്കിൽ ഒരു നന്ദി രേഖപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നമസ്കാരം എന്ന് പറഞ്ഞാൽ. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ ഭയങ്കര ജെന്യുവൻലി അതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓട്ടോമാറ്റിക്കലി റബ്ബിനോട് എന്താണ് നിസ്കരിച്ച് പോകും. കാരണം എന്താണ്? അത്രയ്ക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ഒരിക്കലും ഡിസേർവ് ചെയ്യാത്ത, നമ്മൾ ആരെങ്കിലും എന്താണ് നമ്മളുടെ കഴിവുകൊണ്ടാണ് നമുക്ക് കാഴ്ച ലഭിച്ചത്? അല്ല, അല്ലേ? അത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു ഗിഫ്റ്റാണ്. എത്ര ആളുകൾക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ
അപ്പം എന്താണ് അത് അവർ നമ്മളെക്കാളും കുറവായതുകൊണ്ടാണോ? അല്ല. അത് റബ്ബ് ഓരോരുത്തർക്കും ഓരോന്ന് നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ നിയമത്തിനെ കുറിച്ചിട്ട് റബ്ബ് നമ്മളോട് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കണ്ണോട് നമ്മൾ എന്ത് കണ്ടു, പക്ഷെ കണ്ണ് കാണാത്ത ആൾക്ക് ആ ചോദ്യമില്ല. നമ്മളുടെ കാതുകൊണ്ട് എന്ത് കേട്ടു, കേൾക്കാൻ പറ്റാത്ത ആൾക്ക് ആ ചോദ്യമില്ല അല്ലേ? നമ്മൾക്ക് അതുപോലെ തന്നെ നമുക്ക് സൗകര്യങ്ങൾ കൂടുമ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ നീ എങ്ങനെ അള്ളാഹുവിന് ഉപകരിക്കുന്ന രീതിയിൽ നീ ഉപയോഗിച്ചു എന്ന് റബ്ബ് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് എന്തേക്കും റബ്ബെ പറയാനുണ്ടാകുക അല്ലേ? നമ്മൾക്ക് അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു ഒരു വീട് നൽകിയിട്ടുണ്ട്. നമുക്ക് ചൂടെടുക്കുമ്പോൾ നമുക്ക് എന്താണ് AC ആണെങ്കിലും ഫാൻ ആണെങ്കിലും അതൊക്കെ നൽകിയിട്ടുണ്ട്. വിശക്കുമ്പോൾ ഭക്ഷണം നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ് സന്താനങ്ങളെയും കുടുംബത്തിനെയും ഒക്കെ അൽഹംദുലില്ലാ നൽകിയിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുള്ള സൗകര്യം അല്ലാഹു സുബ്ഹാനഹു ഒരുക്കി തന്നിട്ടുണ്ട് അല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടം നമ്മളുടെ കൺമുമ്പിൽ നമ്മൾ തുറന്നാൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒരറിവും ഇല്ല. നമുക്ക് എന്ത് ചോദിച്ചാലും നമുക്ക് ഈ സത്യം പറഞ്ഞാൽ അറിവുകളുടെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ലഭിക്കും സുബ്ഹാനല്ലാഹ്. അത്രയ്ക്കും അല്ലാഹു സുബ്ഹാനഹു നമുക്ക് അനുഗ്രഹങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇട്ട് കൊണ്ടുവന്നിട്ട് നമ്മളെന്താണ് അതൊക്കെ നന്ദികേട് കാണിച്ചിട്ട് എന്താണ് അതൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാണ്ട് അതിനൊന്നും നന്ദി രേഖപ്പെടുത്താണ്ട് ഇതൊക്കെ എനിക്ക് ലഭിക്കേണ്ടതാണ്, ഇത് ഞാൻ ഡിസേർവ് ചെയ്യുന്നതാണ് എന്ന് നമ്മളുടെ മനസ്സിൽ തന്നെ ചിലപ്പോൾ പറഞ്ഞു പോകുന്നുണ്ടാകും. ഇത് ഞാൻ എൻ്റെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ പ്രാർത്ഥന കൊണ്ടാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടാകും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് നൽകിയത് കൊണ്ടാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് നമ്മളിൽ നിന്നും എടുത്തു കൊണ്ടുപോകാനും അള്ളാഹുവിന് യാതൊരു പ്രയാസവും ഇല്ല. സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് റബ്ബിനെ പൂർണ്ണ മനസ്സോടുകൂടി ഇഖ്ലാസോടുകൂടി റബ്ബിനോട് ഹംദ് പറയാനും റബ്ബിന് വേണ്ടി നമസ്കരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ലൈഫിൽ അബണ്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു, നമ്മൾക്ക് വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ നമ്മൾ എണ്ണി തുടങ്ങിയാൽ നമുക്കത് ഒരറ്റുണ്ടാവില്ല അല്ലേ? അതിനെ കൗണ്ട് ചെയ്തെത്തൂല. അപ്പം ഇത്രയും അൽ കൗസറായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ലൈഫിൽ നമുക്ക് പലതും നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ആ റബ്ബിനോട് തിരിച്ച് നന്ദി രേഖപ്പെടുത്തണ്ടേ അല്ലേ? ആ റബ്ബ് എന്താ പറഞ്ഞത്, നിങ്ങൾ 5 വക്ത് എൻ്റെ മുമ്പിൽ വന്ന് നിസ്കരിക്കുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനും കൂടെ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നന്ദി കെട്ട ആളുകളാണ് അല്ലേ? ഇത്രയൊക്കെ അതായത് ഒന്ന് ആലോചിച്ചാൽ മതി, ഒരാൾ നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത് തന്നിട്ട് നമ്മൾ അയാളോട് താങ്ക് യു പറഞ്ഞതിന് പകരം അപ്പുറത്തുള്ള ഒരാളടുത്ത് പോയി താങ്ക് യു പറയുമ്പോൾ എത്ര ഇൻസൾട്ടിങ് ആയിരിക്കും ഈ ഒരു വ്യക്തിക്ക് അല്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വല്ലാഹിൽ മസലുൽ അഅ്ല. എന്നാൽ സുബ്ഹാനഹു വ തആല ആ വ്യക്തി നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ചെയ്തു തന്നിട്ടെങ്കിൽ പോലും നമ്മൾ അദ്ദേഹത്തിനോട് ഭയങ്കരമായിട്ട് കടപ്പാട് കാണിക്കും. എന്നാൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ അന്ന് മുതൽ തുടങ്ങിയിട്ട് നമ്മളുടെ ജീവിതം അവസാനിച്ചാലും അതിന് ശേഷം ഒക്കെ നമ്മളുടെ കാര്യങ്ങൾ ആരാണ് ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളുടെ റബ്ബ്. എന്നാൽ ആ റബ്ബ് എന്താ പറഞ്ഞിട്ടുള്ളത്? ആകെ ഫസ്വല്ലി, നീ നമസ്കരിക്കും, എനിക്ക് വേണ്ടി നമസ്കരിക്കും. അതായത് ഞാൻ പറഞ്ഞതൊന്ന് അനുസരിക്കുക എന്ന് പറഞ്ഞത്. നമ്മൾ നല്ല അനുസരണക്കേട് കാണിച്ചാലോ റബ്ബ് വല്ലതും എടുത്തു കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല അല്ലേ? നമുക്ക് റബ്ബിനെ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു മാധുര്യം റബ്ബ് നമ്മളിൽ നിന്നും എടുത്തു കൊണ്ടുപോകും. പക്ഷേ നമുക്ക് റബ്ബ് നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു നമ്മളിൽ നിന്നും എടുത്തു കൊണ്ടുപോകുന്നില്ല. പക്ഷെ ആ ഒരു എടുത്തുകൊണ്ടു നമ്മളുടെ ആ ഒരു ഇബാദത്തിൻ്റെ മാധുര്യം അത് ചെയ്യാനുള്ളൊരു തൗഫീഖ് റബ്ബ് എടുത്തു കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും വലിയ നഷ്ടം. മആദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അൽഹംദുലില്ലാഹ്. ഇനി നമുക്കിവിടെ സ്വല്ലിനെ കുറിച്ചിട്ട് ജസ്റ്റ് മനസ്സിലാക്കാം. അത് വളരെ ചെറിയ സൂറത്താണെങ്കിലും ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്. സ്വല്ലി എന്ന് പറഞ്ഞാൽ സ്വാദ് ലാം വ സല്ലു എന്നുള്ള വാക്കാണ്. ഈ വാക്ക് പണ്ട് അറബികൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിഫായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു വടി, ആ വടി വളഞ്ഞു പോയാൽ അതിനെ നേരാക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചാലൊന്നും ആവില്ല. അപ്പം എന്താ ചെയ്യുക, അവർ തീയിലാക്കും. ആ തീയിലാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വടി സ്ട്രെയിറ്റ് ആക്കും. അപ്പം എന്താണ് പറയുക, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതിനെ സോഫ്റ്റ് ആക്കാൻ എന്താ പറയുന്നത്, സല്ലത്ത് എന്ന് പറയും. ഈ വടിയെ സോഫ്റ്റ് ആക്കാൻ സല്ലത്ത് എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഒരൊട്ടകം, അതായത് പ്രസവിക്കാൻ നേരത്തെ ഒട്ടകത്തിൻ്റെ എല്ലുകളൊക്കെ ബെൻഡാകും. എന്നിട്ട് അതിലൂടെ കുട്ടി പുറത്തേക്ക് വരും. ആ സമയത്ത് എന്താ പറയുക, അസ്ലീത്തന്നാക്ക എന്ന് പറഞ്ഞാൽ ആ ഒരു ഒട്ടകത്തിൻ്റെ എല്ലുകളൊക്കെ സോഫ്റ്റണായി അല്ലേ, അത് ബെൻഡായിട്ട് കുട്ടി പുറത്തേക്ക് വരാൻ പാകമാക്കി കൊടുത്തു. സുബ്ഹാനല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ ഈ മൃഗങ്ങളൊക്കെ ഒരുമിച്ച് നടക്കുമ്പോൾ അവരുടെ വാലുകൾ ഇങ്ങനെ ഇളകൂലേ, ആ ഇളകുന്നതിന് സലവൈത്ത് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ കുതിരകളൊക്കെ ഓട്ട മത്സരത്തിൽ ഓടിയിട്ട്
തോറ്റ് നിൽക്കുന്ന കുതിരക്ക് മുസല്ലി എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതിനൊക്കെ റൂട്ട് ലെറ്റർ ഈ സെയിം സ്വാദ് ലാം വാവാണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഹാർഡായിട്ടുള്ള അല്ലേ, എന്താണ് നമുക്ക് എന്താ പറയുക, ഒരിക്കലും നമ്മളെ തിരിച്ച് കൊണ്ടുവരാണ്ട് ഭയങ്കര സ്റ്റിഫ് ആൻഡ് സ്ട്രോങ് ഒക്കെ ആയിട്ടുള്ള ഒന്നും അനങ്ങാത്ത അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള എന്താണ് ആ ഒരു വ്യക്തിയെ എന്താണ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റബ്ബ് നമുക്ക് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് നൽകിയ ഗിഫ്റ്റായിട്ടുള്ള സ്വലാത്ത് നൽകിയിട്ടുള്ളത് അല്ലേ, നമസ്കാരം നൽകിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് അള്ളാഹു നൽകിയിട്ടുള്ള ഗിഫ്റ്റാണ് അല്ലേ. ആകാശങ്ങളിലെത്തിയിട്ട് അള്ളാഹു അവിടെ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 5 നേരത്തെ നമസ്കാരം സുബ്ഹാനല്ലാഹ് നൽകുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത്രയ്ക്കും സ്പെഷ്യൽ ഗ്രേറ്റസ്റ്റ് നോബസ്റ്റ് ഗിഫ്റ്റാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ. അപ്പം ഈ നമസ്കാരം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ കഠിനമായിട്ടുള്ള ഹൃദയത്തിന് ഖസത് ഖുലൂബുഹും എന്നൊക്കെ പറഞ്ഞില്ലേ, ആ കഠിനമായിട്ടുള്ള ഹൃദയത്തിന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വളഞ്ഞിരിക്കുന്ന നമ്മളെ നേരെയാക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ തോറ്റിരിക്കുന്ന നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നമസ്കാരം, നമ്മുടെ ഹൃദയത്തിന് ശാന്തി നൽകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ഒരു സലാഹ് നമുക്ക് ഗിഫ്റ്റായിട്ട് നൽകിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ഖുറാനിലൊക്കെ കേട്ടിട്ടുണ്ടാവും യസ്ലൗന നാർ അല്ലെങ്കിൽ യുസാലുൽ ജഹീം എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും അല്ലേ. ഇതൊക്കെ എന്താണ്? സെയിം ഈ ഒരു സ്വാദ് ലാം വാവാണ് ഈ പറഞ്ഞ വാക്കിനൊക്കെ. അതായത് ഈ ആളുകൾ, അതായത് ചീത്ത ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് സോഫ്റ്റൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ നന്നാക്കിയെടുക്കുന്നത്? അള്ളാഹു അവരെ തീയിലെറിഞ്ഞിട്ടാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതായത് ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എങ്ങനെയാണ് സോഫ്റ്റൻ ചെയ്യിപ്പിക്കുന്നത്? നമ്മൾക്ക് നമസ്കാരം നൽകിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും അതിന് ഹംബിൾനെസ്സും ഒക്കെ നൽകുകയാണ്. എന്നാലോ പരലോകത്തെത്തിയാൽ അവർക്ക് കഠിനമായിട്ടുള്ള നരകശിക്ഷ നൽകിക്കൊണ്ടാണ് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല സോഫ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. നമുക്കറിയാം കുറേ എത്രയോ എന്താണ് വർഷങ്ങൾ, എത്രയോ സമയം കഴിഞ്ഞാൽ നരകത്തിലെ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് ഇടുമെന്ന് പറയുന്നുണ്ടല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ അതെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശിക്ഷക്കൊക്കെ എല്ലാവരും ചെയ്ത് അവർ അങ്ങനെയും ഹംബിളായ ശേഷം ഇനി അവരൊരിക്കലും പണ്ടത്തെ സ്വഭാവം ഹൃദയത്തിൽ കൊണ്ടുവരില്ല എന്നുള്ള രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഈ നരകത്തിലേക്ക് അവർ സോഫ്റ്റും ചെയ്യാൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം നമ്മൾ ഇപ്പം തന്നെ നമ്മളെന്താണ് കംപ്ലീറ്റ്ലി സോഫ്റ്റനാകാൻ വേണ്ടിയിട്ട് അള്ളാഹു നൽകിയിട്ടുള്ള ഈ ഗ്രേറ്റ് ഗിഫ്റ്റ് നമ്മൾ സ്വീകരിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ഗ്രേറ്റ് പണിഷ്മെൻറ്റ് അല്ലേ, ആ പണിഷ്മെൻറ്റ് നമുക്കൊരിക്കലും താങ്ങാൻ പറ്റാത്ത പണിഷ്മെൻറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു സ്വലാത്ത്, ഈ ഒരു നമസ്കാരം നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലായിക്കൊണ്ട് നമ്മൾ നമസ്കരിക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്വല്ലൂ ലി റബ്ബിക് ഫസല്ലി ലി റബ്ബിക് എന്ന് പറഞ്ഞു അല്ലേ. അതായത് നീ നിൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിന്നെ തന്നെ നീ സോഫ്റ്റൻ ചെയ്യ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതായത് ഇത്രയും അൽ കൗസർ പ്രദാനം ചെയ്തിട്ടുള്ള റബ്ബിൻ്റെ മുമ്പിൽ നീ കൂടുതലായിട്ട് ഹംബിളാകുക, കൂടുതലായിട്ട് സോഫ്റ്റനാകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അവിടെ നിൻ്റെ നിയ്യത്ത് പൂർണ്ണമായിട്ടും നിൻ്റെ റബ്ബിനാക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ലി റബ്ബിക് നിൻ്റെ രക്ഷിതാവിന് വേണ്ടി ഇഖ്ലാസോട് കൂടി നീ നമസ്കരിക്കുക. നമ്മൾ ഓരോരുത്തരോടും അല്ലാഹു പറയാണ് ഫസല്ലി ലി റബ്ബിക്. ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിന്റെ നമസ്കാരം ഭയങ്കര ഭംഗിയുണ്ടല്ലോ എന്ന് പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞത് കേൾക്കാനോ വേണ്ടിയിട്ടല്ല അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ഒരുപാട് ശുക്ർ ചെയ്യും, ഒരുപാട് ഹംദ് ചെയ്യും. അതുകൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തിനെ സോഫ്റ്റൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ കൂടുതൽ വിനീതരാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസ് നമ്മൾ നിലത്ത് കുത്തുന്ന ഒരു സിറ്റുവേഷൻ നമസ്കാരത്തിൽ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നീ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൂടുതൽ ഹംബിളാകുക എന്ന് പറയും, മുഹബ്ബത്താകുക എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ സ്വല്ലി എന്ന് പറയുമ്പോൾ എല്ലാ നമസ്കാരങ്ങളും ഉൾപ്പെടും. അതായത് ഫർളായിട്ടുള്ളതും നാഫിലായിട്ടുള്ളതും അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരങ്ങളും തഹജ്ജുദും ഖിയാമുൽ ലൈലും ദുഹാ നമസ്കാരം, എല്ലാ നമസ്കാരങ്ങളും ഇവിടെ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത്. അല്ലാഹു അഅലം. ഇനി നമുക്ക് വൻഹറിനെ കുറിച്ചിട്ട് പറയാം. വൻഹർ, നൂൻ ഹാറ എന്ന് പറഞ്ഞാൽ, നെഹർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബലിയർപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകം ബലിയർപ്പിക്കുന്നതിന് കഴുത്തിൽ അവിടെ പോയിട്ട് മുറിക്കുന്നതിനാണ് പറയുന്നത്. അതായത് ചെസ്റ്റിൻ്റെയും നെക്കിൻ്റെ ഒക്കെ ഭാഗത്ത് പോയിട്ട് ആനിമൽസിനെ സ്ലോട്ടർ ചെയ്യുമ്പോൾ, കില്ല് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് നെഹർ.
ഇതും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. നേരത്തെയും എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമായിട്ട് കണക്ട് ചെയ്തു അല്ലേ. അതായത് എന്തൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അതങ്ങനെ തന്നെ, അതായത് അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു സുന്നത്തായിരുന്നു എന്ത്, അദ്ദേഹം നെഹർ ചെയ്തു എന്നുള്ളത് അല്ലേ. സുബ്ഹാനല്ലാഹ്. ഇപ്പം നെഹർ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഈ ഒരു ബലിയർപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്, മറ്റൊന്ന് പറഞ്ഞാൽ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്, അതായത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഈ അനിമലിൻ്റെ രക്തമൊക്കെ പോയിട്ട് നമ്മൾ എന്താണ് അനിമലിനെ സ്ലോട്ടർ ചെയ്തിട്ട് നമ്മൾ ഫുൾ ക്ലീൻ ആക്കിയില്ലേ. അപ്പം അത് ഫിസിക്കലായിട്ടുള്ളത്. എന്നാലോ നമ്മളെ സ്പിരിച്വലായിട്ട് അല്ലെങ്കിൽ ആത്മീയമായിട്ട് നമ്മളെ പ്യൂർ ചെയ്യിപ്പിക്കണം കൂടെ. അതായത് നിൻ്റെ റബ്ബിന് വേണ്ടിയിട്ട് നീ നിന്നെ സ്വന്തമായിട്ട് നിൻ്റെ ഹൃദയം ശുദ്ധീകരിക്കുക എന്നുള്ളൊരർത്ഥം കൂടെ ഇവിടെ വരുന്നുണ്ട്. എല്ലാം നീ നിൻ്റെ റബ്ബിലേക്ക് തവക്കൽ ചെയ്തിട്ട് നീ നിൻ്റെ ഹൃദയത്തിനെ കൽബും സലീമാക്കുക എന്നുള്ളൊരർത്ഥം കൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പം ഇവിടെ എന്താണ് ഈ ഒരു നെഹർ എന്നുള്ളതിന് ഒരു വാക്കിൽ നിന്ന് വരുന്നതാണ് നെഹ്റുൽ യൗം. അതായത് ഒരു ദിവസം ഭയങ്കരമായിട്ട് ഏറ്റവും ബ്രൈറ്റായിട്ട് അതിൽ നിന്നൊന്നും എന്താണ് കാണാതെ, ഒന്നും തന്നെ കാണാതെ അല്ലെ, എല്ലാം കാണുന്ന ക്ലിയർ ആയിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് എന്താണ് പറയാ ഈ ഒരു നെഹ്റുൽ യൗം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ത്വരീഖുൽ മുൻഹർ എന്ന് പറഞ്ഞത് ഒരു റോഡ്, ആ റോഡിൽ ഒരു തടസ്സങ്ങളില്ലാത്ത ക്ലീൻ ആയിട്ടുള്ള ഒരു റോഡിന് എന്താണ് ത്വരീഖുൽ മുൻഹർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നെഹർ എന്ന് പറയുമ്പോൾ ക്ലാരിഫിക്കേഷൻ, പ്യൂരിഫിക്കേഷൻ, അതുപോലെ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത എന്നൊക്കെ അർത്ഥം പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതോടൊപ്പം തന്നെ നെഹർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒട്ടകത്തിനെ സാക്രിഫൈസ് ചെയ്യുന്നതിനും നെഹർ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒട്ടകം എന്താണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമലാണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള അനിമലാണ്. ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ കൊടുക്കേണ്ടത് ഒട്ടകത്തിനെ ബലിയർപ്പിക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല നെഹർ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് ഒട്ടകത്തിനെയാണ് എന്ന് പറയുന്നുണ്ട്. അതായത് നീ ഏറ്റവും ബെസ്റ്റായിട്ട് നമസ്കരിക്കുക, ഏറ്റവും ബെസ്റ്റ് രീതിയിൽ നീ ബലിയർപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ നമസ്കാരവും അതുപോലെ തന്നെ ബലിയും ഇത് രണ്ടും കൂടെ നമ്മൾ എപ്പോഴാണ് യൂഷ്വലി ചെയ്യുക, നമ്മൾ ഹജ്ജ് സമയത്തല്ലേ. നമ്മൾ എന്താണ് പറയുക, നമ്മളുടെ എന്താണ് അക്കീഖ ചെയ്യുക, അല്ലെങ്കിൽ ഉദ്ഹിയ്യത്ത് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെ, ഉദ്ഹിയ്യത്ത് ചെയ്യുമ്പോഴാണ് എന്ത് ഈ രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മൾക്ക് മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കർമ്മമാണ്. നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ജീവിതത്തിൽ ഒരു തവണ നമ്മൾ ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. ആ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഒരു കാര്യമാണ് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ എന്ന് പറയുന്നുണ്ട്. അല്ലാഹു അഅലം. അപ്പോൾ നമ്മളുടെ നമസ്കാരവും ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയാറില്ലേ. എൻ്റെ നമസ്കാരം, എൻ്റെ ത്യാഗവും എല്ലാം എൻ്റെ റബ്ബിനാണ് എന്ന് പറയുന്നതാണ് സത്യം പറഞ്ഞാൽ ഈ ആയത്തിലൂടെ അല്ലാഹു നമ്മളോട് പറയുന്നത്. അല്ലാഹു നമുക്ക് ഹ്യൂജ് എന്താണ് ഫേവർ അൽ കൗസർ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം, റബ്ബിന് വേണ്ടിയിട്ട് സ്വല്ലു നമ്മൾ നമസ്കരിക്കുകയും അതുപോലെ തന്നെ ഇൻഹർ നിങ്ങൾ ബലി അർപ്പിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു നമ്മളോട് പറയാം. സുബ്ഹാനല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഹജ്ജത്തുൽ വദാഅ, അതായത് അവർക്ക് എന്താണ് നെഹർ ചെയ്യേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 ഒട്ടകത്തിനെയാണ് എന്ത് ബലി അർപ്പിച്ചിട്ടുള്ളത്. അതിൽ 63 അദ്ദേഹത്തിൻ്റെ ഓൺ കൈകൾ കൊണ്ട്, സ്വന്തം കൈകൾ കൊണ്ടാണ് എന്ത് ബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്. ബാക്കി സഹാബാക്കളും. എന്നിട്ടോ അതിൽ നിന്നും ഓരോ പീസ്, എല്ലാ ഒട്ടകത്തിൽ നിന്നും ഓരോ പീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുകയും ബാക്കിയൊക്കെ ദാനം നൽകുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല അൽ കൗസർ നൽകിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചും അല്ലാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ എല്ലാവർക്കും ആ ഒരു ഒട്ടകത്തിൻ്റെ, അതായത് 100 ഒട്ടകത്തിൻ്റെ ആ ഒരു ഭാഗങ്ങൾ വിതരണം ചെയ്യാൻ ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കാം, എത്ര പ്രതിഫലമായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു നൽകിയിട്ടുണ്ടാകുക അല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഒരു ദീൻ പൂർത്തീകരിച്ചുകൊണ്ട് അൽ കൗസർ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കമാൻഡ് ചെയ്ത പോലെ ഏറ്റവും നന്നായിട്ട് നമസ്കരിക്കുക, ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ബലിയർപ്പിക്കുക, നമ്മളെ ഏറ്റവും നന്നായിട്ട് നമ്മൾ പ്യൂരിഫൈ ചെയ്യിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ അതാണ് 1ഉം 2ഉം ആയത്തുകൾ. ഇനി 3ാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആയത്താണ്. അതായത് ഇതിനോട് ഒരു കണക്ഷൻ ഇല്ലാണ്ടാണ്, അതായത് കണക്ഷൻ ഉണ്ട്, അതായത് നീ അതുകൊണ്ട് ഇതൊക്കെ നീ ഓർത്ത് വെക്ക്, നീ ഇതിനെക്കുറിച്ച് നീ ചിന്തിക്കുകയേ വേണ്ട. ഇന്ന ഷാനി അകഹുവൽ അബ്തർ, തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ തന്നെയാകുന്നു വാലറ്റവൻ, അവർക്കാണ് ഭാവി ഇല്ലാത്തത്. അതുകൊണ്ട് നീ ഇപ്പോൾ നിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ ആലോചിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട, അവർ തന്നെയാണ് അബ്തർ. നമുക്കറിയാം ഇന്ന ഷാനി അക ഷൂൻ ഷീൻ നൂൻ ഹംസ,
ഷാനി എന്നാണ് എന്താണ് ശത്രു എന്ന് പറയാം. ഷാനി അക്ക എന്ന് പറയുമ്പോൾ നിന്റെ ശത്രു. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ. അൽ അബ്തർ ബത്തറ നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കാണ്. അബ്തർ എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താണ് കംപ്ലീറ്റ്ലി വാലറ്റവൻ, മുഴുവനായിട്ടും എന്താണ് എന്താ പറയുക മുറിഞ്ഞു പോയവൻ എന്നുള്ള അർത്ഥമാണ് അബുത്തർ എന്ന് പറയുമ്പോൾ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഷാനി എന്ന് പറഞ്ഞാൽ ഈ എനിമി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വെറും ജസ്റ്റ് യുദ്ധത്തിൽ മാത്രം ശത്രുതയുള്ളവനല്ല, ഹൃദയത്തിൽ ഭയങ്കര എന്താണ് വിദ്വേഷവും പകയും ദേഷ്യവും അസൂയയും ഒക്കെ നിറഞ്ഞിട്ടുള്ള ശത്രുക്കളാണ് ഷാനി എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്താണ് പറയുക, നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ അപ്പം എന്താണ് ഈ ഒരു ഷാനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അത് അവരുടെ മനസ്സിലൊരു ഒരു ഒരു എന്താണ് ഹാപ്പി ഫീലിംഗ് കൊണ്ടുവരും. അപ്പം നമ്മളോട് തന്നെ ചോദിക്കാം കേട്ടോ, നമുക്ക് അങ്ങനെ ആരോടെങ്കിലും അങ്ങനത്തെ ഒരു ശത്രു നമ്മളെ മനസ്സിലുണ്ടോ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരുടെയും ഹൃദയം ഏറ്റവും കൽബൻ സലീമാക്കട്ടെ, ആരോടും ഒരു വിദ്വേഷമില്ലാത്ത പ്യുവറാക്കി ക്ലീൻ ആക്കിയിട്ടുള്ള ഹൃദയമാക്കി മാറ്റട്ടെ. ആമീൻ. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു പറയാണ്, തീർച്ചയായിട്ടും നിന്റെ ശത്രു തന്നെയാണെന്ത് ഹുവൽ അബുത്തർ. ബത്ര എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് എന്നുള്ള അർത്ഥമാണ്. ഇവിടെ അബുത്തർ എന്നുള്ളത് അക്ബർ അഫ്അൽ എന്നുള്ള ഫോമിലാണ്. അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയവൻ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അഫ്അൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ടോപ്പ് മോസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം ഇവിടെ അബുത്തർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബത്ര മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഫോം അബുത്തർ, അത് സൂപ്പർലേറ്റീവ് ഫോമിൽ പറയണം. തീർച്ചയായിട്ടും ഇവർ തന്നെയാണെന്ത് മുഴുവനായിട്ടും കട്ട് ഓഫ് ആക്കിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ എന്താണ് ഒരു നായൻ്റെ വാല് മുറിച്ചിരുന്നതിനാണിത് ഈ ഒരു വാക്ക് ഉപയോഗിക്കുക. സുബ്ഹാനല്ലാഹ്. അതായത് ഒരു വ്യക്തിയെ നിന്ദിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡോഗിൻ്റെ നായൻ്റെ വാല് കട്ട് ഓഫ് ചെയ്താൽ അത് ആ ഒരു നായനെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നതാണ്. കാരണം അതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അവയവം അവിടെ മുറിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ അബുത്തർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇവരെ ഹ്യൂമിലേറ്റ് ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തീർച്ചയായിട്ടും ഇവർ തന്നെയാണ് മുഴുവനായിട്ടും മുറിഞ്ഞു പോയിട്ടുള്ളവർ എന്ന്. സുബ്ഹാനല്ലാഹ്. അതായത് ആര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്താണ് ഹേറ്റ് ചെയ്യുന്ന, ആർക്കെങ്കിലും റസൂലിനോട് വിദ്വേഷമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവർ തന്നെയാണിത് തീർച്ചയായിട്ടും വാലറ്റവൻ, അവർ തന്നെയാണ് എല്ലാവിധ ഖൈറിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കട്ട് ഓഫ് ചെയ്യുന്നവർ. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഒരു പ്രത്യേകം സബബ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനെ നഷ്ടപ്പെട്ട സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സന്താനങ്ങളും ആൺമക്കളൊക്കെ ഇല്ലാണ്ടായ സമയത്ത് ബത്ര മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹൽ എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ആസ് ഇബ്നു വായിൽ എന്ന് പറയുന്നുണ്ട്. ലഅനഹുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഇവരിങ്ങനെ പറഞ്ഞത് കാരണം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്തോഷിപ്പിച്ചുകൊണ്ട് പറയാണ്, ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന അവർ തന്നെയാണ് ഏറ്റവും വലിയ വാലറ്റവരെന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു കാരണത്തെയോ അല്ലെങ്കിൽ അള്ളാഹുവിനെയോ ഖുർആനെയോ സുന്നത്തിനെയോ എന്തിനെങ്കിലും നമ്മൾ എന്താണ് കളിയാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനോടൊരു വെറുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഷാനി ഒക്കെ ഹുവൽ അബുത്തർ, തീർച്ചയായിട്ടും എന്താണ് ആ വിദ്വേഷം പുലർത്തുന്നവർ തന്നെയാണത് അലബത്തറാകുക, അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ ഖൈറിൽ നിന്നും വിട്ടുപോകും. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ നമ്മൾ ദീനെ തമാശക്ക് പോലും കളിയാക്കരുതെന്ന് പറയുന്നുണ്ട് അല്ലേ. ഇതാണ് കാരണം. നമ്മൾ ആ ഒരു വാക്ക് എത്ര അള്ളാഹുവിൻ്റെ കണ്ട് എത്ര ഗ്രീവിയസ് ആയിരിക്കും നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ദീനെ കുറിച്ച് തമാശക്ക് പോലും അത് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയരുത് ഒന്നും തന്നെ. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കമ്പാനിയൻസ് ഉണ്ട്. അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന അല്ലേ, സ്വന്തം ജീവനേക്കാളും സ്നേഹിക്കുന്ന ഒരുപാട് കമ്പാനിയൻസിന് സുബ്ഹാനല്ലാഹ് നൽകി. എന്നാലോ ഈ കട്ട് ഓഫ് ആയിട്ടുള്ള ആളുകൾക്ക് അവരെ കുറിച്ചിട്ട് ചിന്തിക്കാൻ ഒരാളും തന്നെ ചിന്തിക്കണമെങ്കിൽ തന്നെ ആരാണ് അവരുടെ ശത്രുക്കളായിട്ടുള്ള അല്ലെങ്കിൽ അവരോട് വിദ്വേഷമുള്ള നമ്മളാണ് ഈ അബുത്തറായിട്ടുള്ള, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എനിമീസിനെ നമ്മളാണ് ചിന്തിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അല്ലാഹു പറയാണ് ഈ എനിമീസ് തന്നെയാണ് റിയലി കട്ട് ഓഫ്. ഓൺലി എന്താണ് പറയുക, നിങ്ങൾ അവരെ ഓർക്കുക ആരാണ്, അവരോട് വിദ്വേഷമുള്ള ആളുകൾ മാത്രമാണ് ഈ ഒരു എനിമീസിനെ ഓർക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്, ആരെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെറുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ അബുത്തറാണ്, അവർ ചെയ്ത എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വേസ്റ്റ് ആക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൂറത്തുൽ കൗസറിനെ കുറിച്ച് നമുക്ക് അൽഹംദുലില്ലാഹ് കിട്ടിയിട്ടുള്ള ചെറിയൊരു അറിവ്. ഇനിയും നമ്മൾ പോകാമെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിൽ നിന്നും നമുക്ക് ലെസൺസ് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അബണ്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം നമ്മൾ
അർഹിക്കുന്നതിലപ്പുറം ഒരുപാട് 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 ഞാമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിൽ തന്നിട്ടുണ്ട്. ആ റബ്ബിനോട് നമ്മൾ തീർച്ചയായിട്ടും നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. നമ്മളൊരിക്കലും ഒന്നിനും തന്നെ നിസ്സാരമായിട്ട് കാണരുത്. അത് ഞാൻ അർഹിക്കുന്നതാണ് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം നമുക്ക് അറിയില്ല നമ്മൾ റബ്ബിൻ്റെ കണ്ട് എത്ര വീക്കാണെന്നുള്ളത്. കാരണം നമ്മൾ അത്രയ്ക്ക് നിസ്സാരമായിട്ടുള്ള ഒരു ആറ്റത്തിൻ്റെ അത്ര വലിപ്പം പോലും ഉണ്ടാകില്ല അള്ളാഹുവിൻ്റെ കണ്ണിൽ. നമ്മൾ അത്രയും നിസ്സാരമായിട്ടുള്ള ജീവിയാണ്. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയിട്ട് ഈ ഭൂമി തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നു അല്ലേ. പഴങ്ങളും പച്ചക്കറികളും വിശാലമായിട്ടുള്ള ഭൂമിയും നമുക്ക് എവിടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒക്കെ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ആ റബ്ബിനോട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്വല്ലി റബ്ബിക്ക്. അതുകൊണ്ട് ഈ റബ്ബിന് വേണ്ടിയിട്ട് മറ്റാർക്കും വേണ്ടിയിട്ടല്ല, റബ്ബിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഇത്രയും ഒക്കെ ഔദാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും കരീമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ എനിക്ക് നൽകിയതുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിന്ന് അവനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവന് വേണ്ടിയിട്ട് ഞാൻ നമസ്കരിക്കുകയാണ്. അതുപോലെ തന്നെ നമസ്കാരത്തിനെ കുറിച്ച് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലേ. നമ്മളെ തന്നെ സോഫ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും നോബലസ്റ്റ് ഗിഫ്റ്റാണ് നമസ്കാരം. നാളെ പരലോകത്ത് നമ്മൾ സോഫ്റ്റ് ചെയ്യിപ്പിക്കുക എന്തായിരിക്കും? നരകശിക്ഷയായിരിക്കും. അല്ലാഹു അജിർനാ. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ആ നമസ്കാരം നമ്മളുടെ ഖുർറത്തായി നമ്മുടെ കൺകുളിർമാക്കുന്ന നമസ്കാരമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സോഫ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അൽഖൗഫറുകൾ നൽകി. അതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാണ്. ഖുർആൻ നമുക്ക് നൽകിയിട്ടുള്ള വലിയ ഗിഫ്റ്റാണ്. ആ ഖുർആനെ നമ്മൾ തള്ളിക്കളയുന്നുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കോമ അല്ലാഹു ഈ ഖുർആനെ ദൂരേക്ക് മാറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആകാതിരിക്കട്ടെ. അങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഒരു അബദ്ധത്തിൻ്റെ കൂട്ടത്തിലേക്ക് പോവുകയാണ് അല്ലേ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഇത്രയും വലിയ ഔദാര്യം നമുക്ക് നൽകിയത് കൊണ്ട് നമ്മൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ജനങ്ങളും പല സഹായങ്ങളും നമുക്ക് നൽകും. അപ്പം അവർക്കും നമ്മൾ ശുക്ർ അർപ്പിക്കണം, നമ്മൾ ജസാക്കല്ലാഹു ഖൈർ പറയേണ്ടതുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്നൊരു ലെസണായിട്ട് എടുക്കാം. കാരണം നമ്മൾ അള്ളാഹുവിനെ ജനങ്ങളോട് നന്ദി കാണിച്ചാൽ അള്ളാഹു നമ്മളോട് നന്ദി കാണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ അള്ളാഹുവിനോട് നമ്മൾ ശക്കർത്തും ലസീദന്നക്കും, നമ്മൾ കൂടുതലായിട്ട് ശുക്ർ ചെയ്തുകൊണ്ടിരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതലായിട്ടും വർദ്ധിപ്പിച്ച് തരും. അതുകൊണ്ട് ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. അതായത് നമ്മുടെ ലൈഫിലുടനീളം നമ്മൾ ഹംദ് പറയുന്ന ഹമ്മാദുവിൻ്റെ കൂട്ടത്തിലാക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നും ഈ ഒരു സൂറത്തിൽ നമുക്ക് പാടുണ്ട്. അതായത് നമസ്കാരം തന്നെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ റബ്ബിനെ നൽകുന്ന ഏറ്റവും വലിയ ഹംദ്. റബ്ബിനോട് ഏറ്റവും നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതയും നമ്മുടെ നമസ്കാരം തന്നെയാണ്. അപ്പോൾ നമസ്കാരം നമ്മൾ ഏറ്റവും പ്രകാരം നിസ്കരിക്കാം, സമയത്ത് നിസ്കരിക്കാം. നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ഖുശൂവോടുകൂടി നമ്മൾ നമസ്കരിക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, അള്ളാഹു നമസ്കാരം എനിക്ക് എൻ്റെ കണ്ണിൻ്റെ കുളിർമയാക്കി തരണമേ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിഷമം വരുമ്പോൾ അള്ളാഹുലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയാണ് ചെയ്യുക. കാരണം അള്ളാഹു അദ്ദേഹത്തിന് ഹൃദയത്തിന് സോഫ്റ്റനാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വിഷമത്തിൽ സന്തോഷം നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹുനോട് സംസാരിക്കുന്ന ഈ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തന്നെയാണ് അത് നൽകിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല അല്ലേ. നമസ്കാരം എന്ന് പറഞ്ഞാൽ നമസ്കാരം എല്ലാം മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നൊക്കെ നമ്മളെ മാറ്റി നിർത്തുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. പക്ഷേ നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മുടെ നമസ്കാരം നമ്മൾ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ നമസ്കാരത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, അല്ലാഹുവേ എൻ്റെ നമസ്കാരം ഇന്ന എല്ലാ ചെയ്ത കാര്യങ്ങളിൽ നിന്നും വിട്ടു നിർത്തിയിട്ട് എൻ്റെ ഹൃദയത്തിന് കൂടുതലായിട്ട് നിന്നിലേക്ക് ഹംബിളാകുന്ന, അല്ലെങ്കിൽ മുഴുവനായിട്ടും നിന്നിലേക്ക് കീഴ്വഴങ്ങുന്ന ഹൃദയമാക്കി എന്നെ നീ മാറ്റണേ. എൻ്റെ ഹൃദയത്തെ നീ മാറ്റണമേ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അതുപോലെ തന്നെ നമ്മൾ മൻഹറിനെ കുറിച്ച് പറഞ്ഞല്ലേ, ഏറ്റവും നല്ലത് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം, അതുപോലെ നമ്മൾ പ്യൂറാക്കണം. ഇതൊക്കെ നമ്മളതിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. നെഹർ എന്ന് പറഞ്ഞാൽ ഏറ്റവും, അതായത് നമ്മൾ വെറും നിസ്കാരം മാത്രം പോരാ, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഔദാര്യം കാണിക്കേണ്ടതുണ്ട്, അവർക്ക് നമ്മൾ ആവശ്യമുള്ളത് നമ്മൾ നൽകേണ്ടതുണ്ട് എന്നൊരു പാഠം കൂടെ ഈ ഒരു ആയത്ത് നമ്മളെ ഓർമ്മപ്പെടുത്താണ്. ഇനി മൂന്നാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന ഷാനിയൊക്കെ ഹുവൽ അബ്തർ. തീർച്ചയായിട്ടും ആരാണ് വരറ്റാൻ?
അല്ലെങ്കിൽ വാലറ്റാവാൻ തീർച്ചയായിട്ടും നിന്റെ ശത്രു തന്നെയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു സുന്നത്തിനെ നമ്മൾ കളവാക്കുകയോ അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുകയോ അതിനെ ഇഗ്നോർ ചെയ്യുകയോ ഉണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. അഥവാ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരിക്കലും ഇനി അങ്ങോട്ട് പോവുകയില്ല. നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അള്ളാഹു എന്നെക്കൊണ്ട് പറ്റുന്നില്ല റബ്ബേ, നീ എന്നെ സഹായിക്കും. ഇതൊക്കെ എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു ഷാനിയൻ്റെ ആ ഒരു സ്വഭാവത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങോട്ട് ചിന്തിക്കരുത്. നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കഴിവുകേടാണെന്ന് മനസ്സിലാക്കുക. ആദ്യമായിട്ട് അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക, അള്ളാഹ് എനിക്ക് നീ ഇതിൽ എളുപ്പം നൽകുക എന്ന് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് വഴിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗ്രാജുവലി നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് എളുപ്പം നൽകുന്നതായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി നൽകട്ടെ. നമുക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, നമ്മളുടെ ഹൃദയത്തിനുള്ള ഉള്ളിലുള്ള വെറുപ്പ് ഒരിക്കലും മറ്റൊരാളോട് അനീതി കാണിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കരുത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വലാ യജ്രിമന്നക്കും ശനആന ഖൗമിൻ അല്ലാ തഅദിലു. അതായത് ഹൃദയത്തിൽ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയോട് എന്തെങ്കിലും ഒരു വിദ്വേഷം ഉണ്ടായത് കാരണം നിങ്ങൾ അദ്ദേഹത്തിനോട് അനീതി കാണിക്കരുത് എന്ന് പറയുന്നുണ്ട് അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പര്യായമായിരുന്നത് നീതി, എല്ലാവരോടും നീതി പുലർത്തുന്നവനായിരുന്നു. അതുകൊണ്ട് നമ്മളും നമ്മളോട് എന്ത് ചെയ്താലും അവർ ചെയ്തത് കാരണം അവരുടെ വെറുപ്പ് അവർക്ക് നമ്മളോട് വെറുപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അവരുടെ വെറുപ്പുള്ളത് കാരണം നമ്മൾ ആ വ്യക്തിയോട് ഒരു അനീതിയും നമ്മൾ ചെയ്യരുത് എന്നുള്ളൊരു പാഠം കൊണ്ട് നമുക്ക് അൽഹംദുലില്ലാഹ് ഈ ഒരു സൂറത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ കൗസർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൻ്റെ ആ ഒരു അൽ കൗസർ എന്ന തടാകം അല്ലെങ്കിൽ ഒരു നദിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ നദിയിൽ നിന്ന് കുടിക്കാൻ ഒരുപാട് ഫോളോവേഴ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആ ഫോളോവേഴ്സ് ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹർ ചെയ്യുന്ന പോലെ നഹർ ചെയ്തിട്ടും ഒക്കെ ജീവിക്കുന്ന വ്യക്തികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും അക്കൂട്ടരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സുന്നത്തുകളും നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ പിൻപറ്റാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. വെറുതെ വായിച്ചതാണ് നമുക്ക് ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും നമുക്ക് അത് ഭാവിയിൽ നമുക്ക് നൽകും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും ഏറ്റവും ഇഖ്ലാസോടു കൂടി ഏറ്റവും നല്ല നിയ്യത്തോടു കൂടി റബ്ബിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാ കർമ്മങ്ങളിലും ഒരു യാ ഇല്ലാണ്ട് എല്ലാതും പൂർണ്ണമായിട്ടും ശുദ്ധമായിട്ടും ഇഖ്ലാസോടു കൂടി റബ്ബിനെ മാത്രമാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ ഇബാദത്തുകളും ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇൽമ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അമലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم إنا نسألك الجنات الفردوس الأعلى اللهم إنا نسألك الجنات الفردوس الأعلى اللهم إنا نسألك الجنات الفردوس الأعلى ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آخر دعوانا أن الحمد لله رب العالمين جزاكم الله خيرا بارك الله فيكم السلام عليكم ورحمة الله وبركاته.